ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം, PRS ഹോസ്പിറ്റലിലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് HOD-യാണ്. അതുപോലെ അബുദാബിയിലും ഹെൽത്ത് അതോറിറ്റി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇന്ന് പ്രവാസികൾ ധാരാളം ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള സംശയങ്ങളുടെ ഉത്തരം പറയാം. അതുപോലെ GCC കൺട്രീസിൽ ഇപ്പോഴുള്ള അവസ്ഥ പറയാം. അപ്പൊ ആദ്യം കൊറോണ വൈറസ് ഇപ്പൊ നമുക്ക് ഏകദേശം 24 ലക്ഷത്തോളം അസുഖം ബാധിതർ ഇപ്പോൾ ലോകത്തുണ്ട്. അതിൻ്റെ അകത്ത് തന്നെ 1.6 ലാക്ക് ആളുകളാണ് മരണം ഉണ്ടായത്. നമുക്ക് ഏകദേശം 6 ലക്ഷം ആളുകൾ റിക്കവേർഡ് ആയിട്ടുണ്ട്, അതായത് പൂർണ്ണമായ അസുഖം ഇല്ലാതായിട്ടുണ്ട്. അപ്പൊ അത്രയും ആളുകൾ നമുക്ക് റിക്കവർ ആയി എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാകുക. ഇതിന് വ്യാപിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഞാൻ ഈ ചോദ്യങ്ങൾക്ക് മുമ്പായിട്ട് കുറെ ചോദ്യങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ചോദ്യങ്ങൾക്ക് മുമ്പായിട്ട് രണ്ട് കാര്യം പറയാം. ഇത് വ്യാപിക്കുന്നത് 2 രീതിയിലാണ്. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദ്യങ്ങൾ മെസ്സേജ് അയക്കാം. അപ്പൊ അത് ഞാൻ ഈ സംസാരിച്ചതിന് ശേഷം ഈ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കാരണം കൂടുതൽ ആളുകളും മെസ്സേജ് അയച്ച് ചോദിക്കുകയാണ്, എനിക്ക് എല്ലാം റിപ്ലൈ അയക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ലൈവായിട്ട് ഉത്തരം നൽകാമെന്ന് കരുതുന്നത്. ഒത്തിരി ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇതിന്റെ വ്യാപനം നമുക്ക് രണ്ട് രീതിയിലാണ്. ഒന്ന്, 1 മീറ്റർ അടുത്ത് അല്ലെങ്കിൽ 1.5 മീറ്റർ അടുത്ത് ഒരു വ്യക്തി നിൽക്കുകയാണ്. അവരുടെ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ തെറിക്കുന്ന സ്രവങ്ങളിൽ നിന്ന് നമ്മൾ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരാം. അതാണ് ഒന്നാമത്. രണ്ടാമത്, നമ്മൾ ഈ സ്രവങ്ങൾ വീണ പ്രതലങ്ങളിൽ നമ്മൾ തൊട്ടതിന് ശേഷം മറ്റു വ്യക്തികൾ പല ഭാഗത്തും തൊടുക, മുഖത്തോ പ്രത്യേകിച്ച് കണ്ണ് മൂക്കുക തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാം. ഈ 2 രീതിയിൽ മാത്രമാണ് ഈ അസുഖം സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ അസുഖം ചെറുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഈ അസുഖം വരാതിരിക്കാൻ അല്ലെങ്കിൽ വന്നു കഴിഞ്ഞാൽ തന്നെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ധാരാളം വെള്ളം കുടിക്കുക. ഇപ്പൊ മൂത്രത്തിലൂടെ ഈ ഒരു വൈറസ് പുറത്തു പോകും. വൈറ്റമിൻ സിയും വൈറ്റമിൻ എയും അടങ്ങിയ ആഹാരങ്ങൾ, പച്ചക്കറിയും അതുപോലെ പഴവർഗ്ഗങ്ങളും ധാരാളം കഴിച്ചു കഴിഞ്ഞാലുള്ള ഗുണം നമുക്ക് ഈ അസുഖത്തിനെ ചെറുക്കാനുള്ള ഒരു ഇമ്മ്യൂണിറ്റി നമ്മുടെ ബോഡിയിൽ തന്നെ വരും. അപ്പൊ അസുഖം വന്നാലും വളരെ ലൈറ്റ് ആയിട്ട് അങ്ങ് പോകും. കാരണം നമുക്ക് വൈറ്റമിൻ സി ആണെങ്കിലും വൈറ്റമിൻ എ ആണെങ്കിലും എല്ലാം നമ്മുടെ കൂടുതൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ, അതായത് പ്രത്യേകിച്ചും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പിന്നെന്താണ്, നമ്മൾ ഉറങ്ങുക. ഒരു 8 മണിക്കൂർ മുതൽ 9 മണിക്കൂർ ഉറങ്ങുമ്പോൾ സൈറ്റോകൈൻസ് റിലീസ് ആവും. ഇതാണ് നമ്മുടെ ഇൻഫ്ലമേഷനും ഇൻഫെക്ഷനൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ചെറുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന സാധനം. പിന്നെ സമീകൃത ആഹാരം വേണം കഴിക്കാൻ. ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആയിരിക്കണം. കാർബോഹൈഡ്രേറ്റ് 65%, 15% പ്രോട്ടീൻ, 20% ഫാറ്റ് അടങ്ങിയ ആഹാരം തന്നെ കഴിക്കണം. കാരണം ഇത് കഴിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആ ഒരു വേറൊരു പ്രോബ്ലംസിലോട്ട് വരാതിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വന്നാൽ ചെറുക്കാൻ പറ്റാത്ത രീതിയിലോട്ട് ആവാതിരിക്കാൻ വേണ്ടി നമ്മൾ സമീകൃത ആഹാരം തന്നെ ഈ സമയത്ത് കഴിക്കണം. പിന്നെ എക്സസൈസ് ഇമ്പോർട്ടന്റ് ആണ്. ഒരു 150 മിനിറ്റ്, ഒരാഴ്ചയിൽ 150 മിനിറ്റ് കൃത്യമായി എക്സസൈസ് ചെയ്യണം. അപ്പൊ നമ്മുടെ ബോഡിയിലെ സർക്കുലേഷൻ സിസ്റ്റം ഫാസ്റ്റ് ആവും. ഈ ഒരു മൈക്രോഫൈസും ലിംഫോസൈറ്റ്സും എല്ലാ സ്ഥലങ്ങളിലും എത്തും. അപ്പൊ കൂടുതൽ അസുഖത്തിനെ ചെറുക്കാൻ കഴിയും. അതുപോലെ മദ്യം ഒഴിവാക്കുന്നത് വെള്ളം ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ. സ്മോക്കിംഗ് ഒഴിവാക്കണം, കാരണം ലങ്സിന്റെ ഡാമേജ് ഉണ്ടാവാതിരിക്കാൻ. അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ. പിന്നെ പ്രത്യേകിച്ചും ഈ സമയത്ത് ജങ്ക് ഫുഡ്, അതായത് മൈദ കൊണ്ടുണ്ടാക്കിയ സാധനങ്ങൾ കഴിക്കാതിരിക്കുക. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണ്, പിന്നെ അതുപോലെ ഈ മധുരപാനീയങ്ങൾ ഒഴിവാക്കണം. മധുരപാനീയങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ബോഡി തന്നെ സ്ലോ ഡൗൺ ആവും. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ. പിന്നെ സ്ട്രെസ്, അമിതമായ ടെൻഷൻ ഒഴിവാക്കണം. കാരണം ടെൻഷനും നല്ലതല്ല. നമ്മുടെ ബോഡിയിലെ ഈ ഇമ്മ്യൂണിറ്റി നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് GCC കൺട്രീസിലോട്ട് വരാം. ഇന്നത്തെ ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്ന് കാണിക്കും. ലേറ്റസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് സൗദിയിൽ ഏകദേശം 8274 കേസുകൾ ഉണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോ ഏകദേശം 1000, 2 ദിവസമായി 1000-ൽ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൗദിയിൽ 1088 കേസ് ഇന്ന് റിപ്പോർട്ട് ചെയ്ത് ഏകദേശം 9362 കേസ് ആയിട്ടുണ്ട്. UAE 6781 കേസാണ്. ഖത്തറിൽ ഏകദേശം 5008 കേസുകളാണ്. ഇന്ന് വീണ്ടും 400 കേസുകൾ റിപ്പോർട്ട് ചെയ്തു. കുവൈറ്റിൽ 1915, ബഹ്റിൻ 1773, ഒമാനിൽ 1266. ഇതാണ് ഓരോ രാജ്യങ്ങളിലും GCC കൺട്രീസിലുള്ള കേസുകൾ. ടോട്ടൽ കേസുകൾ ഏകദേശം 25,000 കേസുകളാണ്. അതിനകത്ത് 4500 വ്യക്തികൾ റിക്കവറായി, പൂർണ്ണമായി നോർമലായി. 160 മരണങ്ങളാണ് മൊത്തം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ മരണം ഉണ്ടായിരിക്കുന്നത് സൗദിയിലാണ്, 97 മരണം. ഇന്നത്തെയും കൂടെ കൂട്ടി 97 മരണം. പിന്നെ അതിനുശേഷം 41 പേരാണ് UAE മരിച്ചിരിക്കുന്നത്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ മോർട്ടാലിറ്റിയുടെ പെർസെന്റേജും കൂടെ നോക്കണം. മോർട്ടാലിറ്റി പെർസെന്റേജ് നോക്കണമെങ്കിൽ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ ലോകത്ത് മോർട്ടാലിറ്റി ഉണ്ടായിരിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്നത് ഇറ്റലി, അതുപോലെ ജർമ്മനി എന്നുള്ള രാജ്യങ്ങളിൽ. ജർമ്മനി, പിന്നെ USA ഉണ്ട്,
പിന്നെ സ്പെയിനിലുണ്ട്. ഇതെല്ലാം 11% മോർട്ടാലിറ്റി ഉണ്ടായിട്ടുണ്ട്. ലോകത്ത് മൊത്തമായിട്ടുള്ള മരണനിരക്ക് നോക്കുമ്പോൾ 100 പേരിൽ ഏകദേശം 3 മുതൽ 4% മരണനിരക്കാണ് ഓരോ സ്ഥലങ്ങളിലും ഉള്ളത്. ഇനി നമ്മൾ സൗദിയിൽ എടുക്കുകയാണെങ്കിൽ 1.10 ആണ് അവിടുത്തെ മോർട്ടാലിറ്റി. അതിനർത്ഥം ടെസ്റ്റുകൾ വളരെ നല്ലോണം നടക്കുന്നുണ്ട്, മരണത്തിന്റെ നിരക്ക് വളരെ കുറവാണ്. അപ്പൊ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പിന്നെ UAE 0.60 ആണ്, അതായത് 60%. 0.60 എന്ന് പറയുമ്പോൾ 1 താഴെ ശതമാനത്തിലാണ് മരണനിരക്ക്. അത് വളരെ നല്ലൊരു റേറ്റ് ആണ്. അതിനർത്ഥം നല്ല രീതിയിൽ തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ മരണനിരക്ക് 0.15% ആണ്. അതും വളരെ നല്ലൊരു, ലോകത്ത് നമ്മൾ പല സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ആ മരണനിരക്കും വളരെ കുറവാണ്. കുവൈറ്റിന്റെ മരണനിരക്ക് നോക്കുമ്പോൾ 0.36 ആണ്, വളരെ കുറവാണ്. ബഹ്റിനിൽ 0.39%, ഒമാനിലാണെങ്കിൽ 0.47%. അപ്പം ഈ ഒരു പെർസെന്റേജിലാണ് നമ്മൾ ഇപ്പോൾ ലോകത്ത് GCC കൺട്രീസിലുള്ള പെർസെന്റേജ്. നമ്മൾ ഓരോ സ്ഥലങ്ങളിലും ഇപ്പൊ ഞാൻ പറഞ്ഞു എന്തൊക്കെയാണ് ശരിക്കും UAE എന്തൊക്കെയാണ് ചെയ്തത്. UAE ഇപ്പം ശരിക്കും ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ ബെഡുകൾ അറേഞ്ച് ചെയ്തു. ഏകദേശം 3000-ഓളം ബെഡുകൾ അവിടെ അറേഞ്ച് ചെയ്തു. ഡ്രൈവിംഗ് ടെസ്റ്റിംഗ് സെന്റർ സ്റ്റാർട്ട് ചെയ്തു, 14 സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അതുപോലെ ട്രേസ് കോവിഡ് എന്നുള്ള ഒരു ആപ്പ് കൊണ്ടുവന്നു. നമ്മൾ ബ്ലൂടൂത്ത് ഓൺ ആക്കി വെച്ചാൽ തൊട്ടടുത്തുന്ന വ്യക്തികൾ അറിയാൻ വേണ്ടി, ഏതെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ വ്യക്തികൾ അറിയാൻ വേണ്ടി. പിന്നെ ഒരു പുതിയ ആപ്പ് ലോഞ്ച് ചെയ്യുന്നുണ്ട്, അതിന്റെ പേരാണ് റിമോട്ട് കെയർ ആപ്പ് വരുന്നുണ്ട്. അത് ടെലിമെഡിസിൻ, നമുക്ക് വ്യക്തികളുമായി ഡയറക്റ്റ് സംസാരിക്കാനും അല്ലെങ്കിൽ ഡോക്ടറുമായിട്ടൊക്കെ ഡയറക്റ്റ് സംസാരിക്കാനുള്ള ഒരു റിമോട്ട് കെയർ ആപ്പ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ ദുബായിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. ഇപ്പം 3 ദിവസത്തിൽ ഒരിക്കലേ പുറത്തിറങ്ങാവൂ. ATM ഒക്കെ ആണെങ്കിൽ ATM പോകണമെങ്കിൽ 5 ദിവസത്തിൽ ഒരിക്കലേ പോകാവൂ. അങ്ങനെയൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ദുബായ്, കാരണം ആ കുറച്ച് ഏരിയയിൽ അവിടെ കേസുകൾ കൂടുതലുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. പിന്നെ എല്ലാ വർക്കേഴ്സിനും ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമ്പുകൾ ഓപ്പൺ ആക്കി. പല സ്ഥലങ്ങളിലും ലേബർ ക്യാമ്പിലുള്ളവർക്കെല്ലാം സെപ്പറേറ്റ് ചെയ്ത് അവരെ എല്ലാം ഇപ്പം ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ചെയ്യുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദിവസമായിട്ട് പോസിറ്റീവ് ആയിട്ടുള്ള എല്ലാ വ്യക്തികളെയും അവർക്ക് മാറ്റാനായിട്ട് കഴിയുന്നുണ്ട്. പല സെന്ററും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലോകത്ത് തന്നെ 10ാമത്തെ രാജ്യമായി മാറിയിരിക്കുകയാണ് UAE. ഏറ്റവും നല്ലവണ്ണം കോവിഡ് മാനേജ് ചെയ്യുന്ന രാജ്യങ്ങളിൽ ആദ്യത്തെ ജർമ്മനിയാണ്. ഇപ്പൊ 10ാമത്തെ രാജ്യത്തിൽ ഒന്നായി മാറിയിരിക്കുകയാണ് UAE. അപ്പൊ ആ രീതിയിലൊക്കെയാണ് UAE പോയിക്കൊണ്ടിരിക്കുന്നത്. സൗദിയിലാണെങ്കിൽ നമുക്ക് ടാറ്റ്മാൻ എന്നുള്ളൊരു ആപ്പ് വന്നു. സൗദിയിൽ ഇപ്പം കേസുകൾ കൂടാനുള്ള കാരണം 2 ദിവസമായിട്ട് അവിടെ ടെസ്റ്റിംഗ് കൂട്ടിയിരിക്കുക. ഇപ്പൊ പ്രത്യേകിച്ചും അവര് സൗദിയിൽ ഇപ്പോൾ ഫീൽഡ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മദീനയിലും റിയാദിലും മക്കയിലും കൂടുതൽ ഫീൽഡ് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് കേസുകൾ കൂടുതൽ കാണിക്കുന്നത്. ഇപ്പൊ ആക്ച്വലി മൊത്തം GCC കൺട്രീസിൽ നോക്കുവാണെങ്കിൽ കേസ് ഒരു പർട്ടിക്കുലർ ശതമാനത്തിൽ കൂടുതൽ കൂടിയത് സൗദിയിൽ മാത്രമാണ്. സൗദിയിലാണ് പെട്ടെന്ന് ഒരു ഹൈക്ക് ഉണ്ടായത്. അതിന്റെ കാരണം ഈ ഒരു ഫീൽഡ് ടെസ്റ്റിംഗ് കാരണമാണ്. കൂടുതലും മദീനയൊക്കെ ഉള്ള ആളുകളെ കൂടുതൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ ഒരു 6 മണി തൊട്ട് 3 മണി വരെ പുറത്തു പോകാന്നുള്ള നിയമം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ ലാസ്റ്റ് വീക്കിനെ പോലെ അല്ല ഇപ്പോഴത്തെ ആഴ്ചയിൽ കൂടുതൽ സ്ട്രിക്റ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ ഡയറക്റ്റ് ഗവൺമെന്റ് സൈറ്റിൽ പോയി അപ്രൂവൽ എടുത്ത് പോലീസ് സ്റ്റാമ്പ് ചെയ്താൽ മാത്രമേ ഇപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുള്ളൂ. പിന്നെ ഏകദേശം കംപ്ലീറ്റ് ലോക്ക്ഡൌൺ മാറിയിരിക്കുകയാണ്. പല സ്ഥലങ്ങളിലും കംപ്ലീറ്റ് ലോക്ക്ഡൌൺ ആയിരിക്കുകയാണ്. പിന്നെ ലേബർ ക്യാമ്പുകൾ ആൾക്കാരെ സെപ്പറേറ്റ് ചെയ്യാനുള്ള മെഷേഴ്സ് സൗദിയിലും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് സൗദിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിൽ ഇപ്പൊ എഹത്രാസ് എന്നുള്ളൊരു ആപ്പ് ഡെവലപ്പായി. പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയാസിൽ കൂടുതൽ പോസിറ്റീവ് കേസ് കാണുന്നത് കൊണ്ട് അവിടെ ഫീൽഡ് ഹോസ്പിറ്റലിൽ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിത്തിൻ ഒരു വീക്കിനകത്ത് ഖത്തറിലും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ബഹ്റിനിലാണെങ്കിൽ നമുക്ക് ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് ഉണ്ട്. ഏതെങ്കിലും വ്യക്തി പോസിറ്റീവ് ആണെങ്കിൽ അവർക്ക് അല്ലെങ്കിൽ ട്രേസ് ചെയ്യേണ്ട ആളുകൾക്ക് ഇലക്ട്രോണിക് ബ്രേസ്ലെറ്റ് വിത്ത് ഒരു ആപ്പ് ഉണ്ട്, ബി അവെയർ എന്നുള്ള ആപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പം പല രാജ്യങ്ങളും GCC കൺട്രീസ് വളരെ എഫക്റ്റീവ് ആയിട്ട് കോവിഡിനെതിരെ പ്രതിരോധിക്കാനുള്ള എല്ലാ മെഷേഴ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് കണക്കുകളിലോട്ട് വരാം. നമുക്ക് UAE ടെസ്റ്റിംഗ് കാണിച്ചു തരാം. ടെസ്റ്റിംഗ് ചെയ്തിരിക്കുന്നത് ഏകദേശം 8 ലക്ഷം ടെസ്റ്റുകൾ UAE ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് 10 ലക്ഷം ആളുകളിൽ ഉള്ള ടെസ്റ്റ് നോക്കുവാണെങ്കിൽ ഓരോ 10 ലക്ഷം ആളുകളിലും 75,550 ആളുകൾക്ക് UAE ടെസ്റ്റ് കിട്ടുന്നുണ്ട്. അതായത് 10 ലക്ഷം ആളുകൾ എടുക്കുമ്പോൾ 75,550 ആളുകൾക്ക് UAE ടെസ്റ്റ് കിട്ടുന്നുണ്ട്. സൗദിയിൽ ഏകദേശം 1.5 ലക്ഷം ടെസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. അവിടെ പോപ്പുലേഷൻ കൂടുതലായതുകൊണ്ട് 4,309 ആളുകൾക്ക് മാത്രമേ ടെസ്റ്റ് കിട്ടുന്നുള്ളൂ. അപ്പൊ സൗദിയിൽ ടെസ്റ്റുകൾ കൂട്ടേണ്ട ആവശ്യമുണ്ട്. അവിടെ 4,309 ആണ് ഉള്ളത്. ബഹ്റിൻ എടുക്കുകയാണെങ്കിൽ ബഹ്റിനിൽ ഏകദേശം 82,000 ടെസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ പോപ്പുലേഷൻ അത്യാവശ്യം കുറവുള്ളതുകൊണ്ട് ഏകദേശം 48,500, 10 ലക്ഷം ആളുകൾ എടുക്കുകയാണെങ്കിൽ 48,500 അടുപ്പിച്ച ആളുകൾക്ക് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട്. ഖത്തറിൽ ഏകദേശം 60,000 മുതൽ 20,000 ടെസ്റ്റുകൾ ചെയ്തു.
അവിടെ ഏകദേശം 20,874 ആളുകൾക്ക് ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട്. അതായത് ഇതൊരു നല്ലൊരു സ്കോറാണ്. അപ്പൊ ഒരു അടുത്തൊരു ഫോട്ടോ ഇവിടെ കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഈ രാജ്യത്തിൽ നിന്ന് പറയുന്നത് ഓരോ രാജ്യത്തിലും ഓരോ 10 ലക്ഷം ചെയ്ത രാജ്യങ്ങളിൽ പറയുന്നതാണ്. ഐസ്ലാൻഡിൽ ഏകദേശം 1,20,000 ആളുകൾക്ക് ടെസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. അതായത് 10 ലക്ഷം ആളുകൾ എടുക്കുവാണെങ്കിൽ അവർക്ക് 1,20,000 ആളുകൾക്ക് ടെസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ രാജ്യമാണ് UAE. ഏറ്റവും കൂടുതൽ ടെസ്റ്റ് കിട്ടുന്നതിന്റെ രണ്ടാമത്തെ രാജ്യം UAE ആണ്. ഏകദേശം 10 ലക്ഷം ആളുകളിൽ 75,600 ആളുകൾക്ക് ടെസ്റ്റിംഗ് കിട്ടുന്നുണ്ട് UAE മാത്രം. പിന്നുള്ളത് ലക്സംബർഗ് എന്നുള്ള സ്ഥലമാണ്, ചെറിയൊരു സ്ഥലമാണ്. അവിടെ ഏകദേശം 53,000 ആളുകൾക്ക് ടെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ബഹ്റിനാണ്. ബഹ്റിന് ഏകദേശം 48,500 പേർക്ക് ടെസ്റ്റ് കിട്ടുന്നുണ്ട്. പിന്നെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഖത്തറുണ്ട്. ഖത്തറിൽ ഏകദേശം 21,000 ആളുകൾക്ക് ടെസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഈ ഒരു രീതിയിലാണ് ഏറ്റവും കൂടുതൽ ടെസ്റ്റുകൾ കിട്ടുന്ന സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ എല്ലാം ഗൾഫ് കൺട്രീസിലുള്ള, പ്രത്യേകിച്ചും UAE ആണ് ഏറ്റവും മുകളിൽ. അതിനുശേഷം ബഹ്റിൻ ഉണ്ട്, പിന്നെ അതുപോലെ ഖത്തറുണ്ട്. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് GCC കൺട്രീസ് നല്ല രീതിയിലാണ് പോകുന്നത്. കൂടുതൽ ടെസ്റ്റിംഗ് ചെയ്യുമ്പോൾ കൂടുതൽ പോസിറ്റീവ് വരും. കൂടുതൽ പോസിറ്റീവ് വന്നാൽ നമുക്ക് ആളുകളിലോട്ട് പടരാതെ സാമൂഹ്യ വ്യാപനം തടയാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. അതാണ് ഇപ്പോൾ ശരിക്കും GCC കൺട്രീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇന്ത്യയുടെയോ കേരളത്തിലോ എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വെറും 190 ആളുകൾക്കാണ് കിട്ടുന്നത്. 10 ലക്ഷം ആളുകളിൽ 190 ആളുകൾക്ക് മാത്രമാണ് ടെസ്റ്റിംഗ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പല കേസുകളും അണ്ടർ റിപ്പോർട്ടഡ് ആവാൻ ചാൻസുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ആ ഒരു അവസ്ഥയിലോട്ടല്ല GCC പോകുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി വേറെന്താ ഉള്ളത്? കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ഏകദേശം 500 മുതൽ 550 ആളുകൾക്കാണ് കേരളത്തിൽ ടെസ്റ്റുകൾ കിട്ടുന്നത്. മൊത്തം 10 ലക്ഷം ആളുകളിൽ 550 ആളുകൾക്കോളം ടെസ്റ്റുകൾ കിട്ടുന്നുണ്ട്. പക്ഷെ കേരളത്തിന്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ കേരളം ആദ്യമേ സ്റ്റാർട്ട് ചെയ്തു. കേസുകൾ തുടങ്ങിയപ്പോൾ തൊട്ട് വളരെ ആക്റ്റീവ് ആയതുകൊണ്ടാണ് കേസുകൾ കുറയ്ക്കാനായിട്ട് കഴിഞ്ഞത്. അതാണ് നമുക്ക് GCC കൺട്രീസ് കുറച്ചൊന്ന് ലേറ്റ് ആയി പോയി. പക്ഷെ ഇപ്പോൾ ടെസ്റ്റുകൾ കൂട്ടി ബാക്കിയുള്ള പോസിറ്റീവ് കേസുകളെ മാറ്റി നമ്മൾ സാമൂഹ്യ വ്യാപനം തടയാൻ വേണ്ടി എല്ലാ മെഷേഴ്സും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു രാജ്യത്തിന്റെ മാത്രം പഠനം ഞാൻ കാണിച്ചു തരാം. UAE പഠനം ഒന്ന് കാണിക്കാം. UAE നോക്കുകയാണെങ്കിൽ UAE നമുക്ക് കേസുകൾ ലോക്ക്ഡൌണിന് മുമ്പ്, അതായത് പ്രത്യേകിച്ചും ഞാൻ നോക്കട്ടെ ജസ്റ്റ്, അതായത് 1 ഏപ്രിൽ 2 ഏപ്രിൽ 3 ഏപ്രിൽ ആ സമയത്തൊക്കെ ഏകദേശം 22% കേസുകൾ ഓരോ ദിവസവും കൂടുന്നുണ്ടായിരുന്നു. ഓരോ ദിവസവും അത്രയും ശതമാനം കേസുകൾ, അതായത് അങ്ങനെ പോയാൽ 5 ദിവസം കൊണ്ട് തന്നെ കേസുകൾ ഡബിൾ ആവാൻ ചാൻസ് ഉണ്ട്. അതിനുശേഷമാണ് കളക്ട് മെഷേഴ്സ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ ഒരു 6 ഏപ്രിലൊക്കെ ആകുമ്പോൾ ഓരോ ദിവസവും കൂടുന്ന കേസുകളാണ്. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ ദിവസവും അറിയാം 400 മുതൽ അല്ലെങ്കിൽ 500 കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും കേസുകളുടെ എണ്ണം UAE കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ UAE നോക്കുവാണെങ്കിൽ ഒരു ദിവസം 9% ആണെങ്കിൽ പിറ്റേ ദിവസം 8.80 ആയിരിക്കും, അടുത്ത ദിവസം 8.60 ആയിരിക്കും. അപ്പം ആ ഒരു രീതിയിലാണ് UAE കേസുകൾ ഓരോ ദിവസവും ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പം കേസുകൾ ആദ്യത്തെ ദിവസങ്ങളിൽ കൂടുതലാണെങ്കിൽ പോലും നമുക്ക് ഓരോ ദിവസവും കുറയ്ക്കാനായിട്ട് കഴിഞ്ഞു. അത് ഇപ്പോഴത്തെ ഒരു 450 എന്നോളം നമ്മൾ നോക്കണ്ട. എല്ലാം നമ്മൾ പെർസെന്റേജ് നോക്കുമ്പോൾ താഴോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ലാസ്റ്റ് ഉള്ളത് 8.50% അടുപ്പിച്ചാണ് നമ്മൾ കേസുകൾ നിൽക്കുന്നത്. ഇനിയും കുറച്ച് 5ന്റെ താഴെ എത്തി എന്നാൽ മാത്രം നമുക്ക് പൂർണ്ണമായ പ്രൊട്ടക്ഷൻ കിട്ടിയെന്ന് പറയാം. അല്ലെങ്കിൽ 5ന്റെ താഴെ നിർത്തുന്നയോ കൺസിസ്റ്റന്റ് ആയിട്ട് 5ന്റെ താഴെ നിർത്തുന്ന രാജ്യങ്ങൾക്കാണ് പൂർണ്ണമായ കൺട്രോൾ കിട്ടുന്നത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഒരു മാസവും കൂടെ അല്ലെങ്കിൽ ഒരു 3 ആഴ്ചയും കൂടെ എന്തായാലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോഴത്തേക്ക് കേസുകൾ താഴോട്ട് വരും. ഇനി നമുക്ക് ചോദ്യങ്ങളിലോട്ട് വരാം. ബിനു, ചോദ്യം ഒന്ന് പറയാം. അപ്പം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ പേടിക്കേണ്ട ഒരു ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ നല്ല രീതിയിൽ തന്നെയാണ് GCC കൺട്രീസ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഞാൻ പറഞ്ഞത്. നമുക്ക് അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലോണം അറിയാം എങ്ങനെയാണ് പോകുന്നത്. വളരെ നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മരണനിരക്ക് വളരെ കുറവാണ്. അതുപോലെ ടെസ്റ്റുകൾ കൂടുതലായതുകൊണ്ട് മാത്രമാണ് കൂടുതൽ കേസുകൾ കാണിക്കുന്നത്. മരണനിരക്ക് വളരെ കുറവ്. മരണമാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തെ ചോദ്യം മുഷിൻ ഫ്രം അബുദാബി. ഫ്ലൈറ്റിൽ നിന്ന് രോഗം പകരാൻ ചാൻസ് കൂടുതലാണെന്ന് പറയപ്പെടുന്നു, എന്താണ്? ഓക്കെ, അപ്പൊ ഫ്ലൈറ്റിൽ നിന്ന് രോഗം പകരുമെന്ന് ചോദിക്കുമ്പോൾ ഫ്ലൈറ്റിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മൾ എയർപോർട്ടിൽ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? പ്രത്യേകിച്ചും പല രാജ്യങ്ങളിലുള്ള ആളുകൾ എയർപോർട്ടിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുവാണ്, കുറച്ച് ദിവസം മുമ്പ് അല്ലെങ്കിൽ ഒരു 2 മാസം മുമ്പ് നിങ്ങൾ എയർപോർട്ടിൽ വരുന്നു. അവിടെ ഇറ്റലിയിൽ നിന്നുള്ള ആളുകൾ വരുന്നു, ചൈനയിൽ നിന്നുള്ള ആളുകൾ വരുന്നു, അല്ലെങ്കിൽ പല ജർമ്മനിയിൽ നിന്നുള്ള ആളുകൾ വരുന്നു. അപ്പൊ ഇത്തരം ആളുകൾ അസുഖമുണ്ടെങ്കിൽ അവരുടെ സ്രവങ്ങൾ പല സ്ഥലങ്ങളിലും വീഴാം. ആ ഡോറിലോ മറ്റു സ്ഥലങ്ങളിലോ പിടിച്ചിട്ട് നിങ്ങൾ ചുണ്ടിലോട്ടോ അല്ലെങ്കിൽ മൂക്കിലോട്ടോ തൊടുന്ന സമയത്ത് നിങ്ങൾക്ക് അസുഖം വരാം. അപ്പൊ അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം സാധാരണ നമ്മൾ കടയിൽ പോകുന്നതല്ല. നമ്മുടെ രാജ്യത്തിൽ കോവിഡ് ഇല്ലെങ്കിൽ പോലും നമ്മൾ എയർപോർട്ടിൽ വരുമ്പോൾ മറ്റ് രാജ്യത്തിലുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് വരികയാണ്. ഇനി പ്ലെയിനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലെയിനിൽ ഒരു അടഞ്ഞ കമ്പാർട്ട്മെന്റ് ആണ്.
അപ്പൊ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു 2-3 പേഷ്യന്റ് പോസിറ്റീവ് ആണെങ്കിൽ ചുമക്കുന്ന സമയത്ത് എന്ത് പറ്റും, മുമ്പോട്ട് ഒരു 3 സീറ്റ് മുമ്പോട്ടും 3 സീറ്റ് പിറകോട്ടും പോകാൻ കഴിയും. ഈ റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് തെറിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അടഞ്ഞ ഒരു കമ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് നമ്മൾ മുമ്പിലോട്ടിരിക്കുന്ന ആളുകൾക്കും പിറകോട്ടിരിക്കുന്ന ആളുകൾക്കും അടുത്തിരിക്കുന്ന ആളുകൾക്കും അസുഖം വരാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്, വളരെ വളരെ ഹൈ ആണ്. അപ്പൊ നമ്മൾ പഠനങ്ങളിൽ പറയുന്നത് അടഞ്ഞ ഒരു കമ്പാർട്ട്മെന്റിൽ 2 മണിക്കൂറിൽ കൂടുതൽ ഇരിക്കുകയാണ്, ആ വ്യക്തിക്ക് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതിനായി നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, മാസ്ക് എല്ലാവരും ഇട്ടിരിക്കണം. പ്ലെയിനിൽ ഇരിക്കുന്ന എല്ലാവരും ഇട്ടിരിക്കണം. യാത്രയ്ക്ക് മുമ്പായിട്ട് ഈ ഒരു പ്ലെയിൻ പൂർണ്ണമായി അണുവിമുക്തമാക്കിയിരിക്കണം. പിന്നെ മൂന്നാമത്, പറ്റുമെങ്കിൽ ഈ യാത്ര കഴിയുന്നവരെ ഒന്നും കഴിക്കാതിരിക്കാനോ നോക്കുക മാക്സിമം. ഇനി എവിടെങ്കിലും തൊട്ടിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും കൈകൾ അണുവിമുക്തമാക്കാതെ മുഖത്തോട്ട് കൈ കൊണ്ടുവരാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഇനിയിപ്പോ യാത്ര തുടങ്ങിയാലും ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സുഹൈൽ അബുദാബിയിൽ നിന്ന്, കിഡ്നി സംബന്ധമായ അസുഖമുള്ളയാൾക്ക് രോഗം വരാൻ സാധ്യത കൂടുതലാണ്. രോഗം വരാൻ സാധ്യതയൊന്നുമില്ല. അപ്പൊ കിഡ്നി പ്രോബ്ലം, ലങ് പ്രോബ്ലം, അല്ലെങ്കിൽ പിന്നെന്താ അൺകൺട്രോൾഡ് ഡയബറ്റീസ്, പ്രഗ്നൻസി, ഇതൊക്കെ നമ്മുടെ ഹൈ റിസ്ക് ഗ്രൂപ്പാണ്. പിന്നെ ലിവറിന് പ്രോബ്ലം ഉള്ളവർ, ഇമ്മ്യൂണിറ്റി ഇല്ലാത്തവർ, ഇതെല്ലാം ഹൈ റിസ്ക് ഗ്രൂപ്പാണ്. ഇവർക്ക് അസുഖം വരുന്നതും അല്ലെങ്കിൽ സാധാരണ ആളുകൾക്ക് അസുഖം വരുന്നതും ഒരേപോലെയാണ്. അതായത് അതിന്റെ പോസിബിലിറ്റി സെയിം ആണ്. നമ്മൾ തൊട്ടിട്ട് നമ്മൾ കൈകൾ കഴുകാതെ നമ്മൾ മുഖത്തോട്ട് കൊണ്ടുവന്നാൽ പോസിബിലിറ്റി സെയിം ആണ്. പക്ഷെ അസുഖം വന്നാൽ ചെറുക്കാനുള്ള ശക്തി നമുക്ക് നോർമൽ ആയിട്ടുള്ള വ്യക്തിയും കാട്ടും 10% മുതൽ 15% കുറവായിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റിവേഴ്സ് ക്വാറന്റൈൻ എന്നുള്ള വാക്ക്. റിവേഴ്സ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞാൽ അസുഖമുള്ള വ്യക്തികൾ, പ്രത്യേകിച്ചും ഈ കാറ്റഗറി ബിയിലുള്ള ആളുകൾ പുറകോട്ട് മാറി നിൽക്കുക. മുമ്പിൽ നിൽക്കേണ്ടത് പ്രായം കുറഞ്ഞ ആളുകളും അസുഖമില്ലാത്ത ആളുകളുമാണ് ഏറ്റവും മുമ്പിൽ നിൽക്കേണ്ടത്. വീട്ടിന് എന്ത് ആവശ്യമുണ്ടെങ്കിലോ എന്ത് സാധനങ്ങൾ വാങ്ങിക്കണമെങ്കിലോ ഇത്തരം ആൾക്കാരെ വിടുക. അപ്പൊ ഇവരെ കുറച്ച് അകത്തോട്ട് മാറി നിൽക്കുക, ഈ അസുഖം പൂർണ്ണമായി മാറുന്നത് വരെ. അതൊരു 2 അല്ലെങ്കിൽ 2.5 മാസം വരെ ചിലപ്പോൾ പോകാം. അപ്പൊ അത്രയും ദിവസം നമ്മളൊന്ന് ഒതുങ്ങുക എന്നുള്ളതാണ് ഇത്. ഇനി എന്തെങ്കിലും അത്യാവശ്യത്തിന് നിങ്ങൾ പുറത്ത് പോകണമെങ്കിൽ സാമൂഹ്യ അകലം മറക്കരുത്, മാസ്ക് ധരിക്കാൻ മറക്കരുത്, കൈകൾ അണുവിമുക്തമാക്കാൻ മറക്കരുത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇത്രയും ചെയ്ത് അസുഖം വരാതെ നോക്കാം. അതുപോലെ മിജ്വാദ് അബുദാബിയിൽ നിന്ന്, റൂമിലുള്ള ഒരാൾ ആശുപത്രി ജീവനക്കാരനാണ്, അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണമോ? അസുഖം വരാനുള്ള സാധ്യത എത്രത്തോളമാണ്? റൂമിലുള്ള ഒരാൾ അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകനാണ്, ഇയാളെ ഒറ്റപ്പെടുത്തണം എന്നുള്ളതാണ് ചോദ്യം. ഇത് തെറ്റാണ്. കാരണം നമുക്ക് വേണ്ടി സഹായിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യരുത്, ഒരിക്കലും മാറ്റി നിർത്തരുത്. നമുക്ക് ഇപ്പൊ അങ്ങനെ പറയുവാണെങ്കിൽ ഞങ്ങളെ എല്ലാവരും മാറ്റരുത്. അപ്പൊ എന്റെ ഫ്ലാറ്റിൽ എന്നെ കയറ്റാൻ സമ്മതിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു കടയിൽ പോകുമ്പോൾ എന്നെ അവിടെ കയറ്റാൻ പാടില്ല. അപ്പൊ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അത് ശരിയല്ല. കാരണം നമ്മൾ ശരിക്കും ഒരു സമൂഹത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ അസുഖമുള്ള ആളുകളെ നോക്കുന്നു. അപ്പൊ അവർക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ പോലും നമ്മൾ കൂടെ നിന്ന് നോക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഒരിക്കലും ഇവരെ തള്ളിക്കളയാൻ പാടില്ല. അത് ഇപ്പോൾ ഇമ്പോർട്ടന്റ് ആണ്. സാമൂഹ്യ അകലം എല്ലാവരുമായിട്ട് വെക്കുക, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആരോഗ്യ പ്രവർത്തനമാണോ അല്ലയോ എന്നുള്ളത് നോക്കണ്ട, സാമൂഹ്യ അകലം ഇവരുമായിട്ട് കീപ്പ് ചെയ്യുക, അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്തരം വ്യക്തികൾക്ക് മാസ്ക് നിർബന്ധമായി കൊടുക്കുക. മാസ്ക് നിങ്ങളെ എല്ലാവരും വീട്ടിനകത്ത് നിങ്ങൾ ഒരു ഒത്തിരി ക്യാമ്പിലാണ് താമസിക്കുന്നത്, ഒത്തിരി ആളുകൾ ഉണ്ടെങ്കിലും മാസ്ക് എല്ലാവരും ധരിക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അണുവിമുക്തമാക്കുക. പ്രോപ്പറായിട്ട് അണുവിമുക്തമാക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോമൺ ആയിട്ട് തൊടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ ഒരു സോപ്പ് വെള്ളം വെച്ചൊന്ന് ജസ്റ്റ് ഒരു ഗ്ലൗസ് ഇടുക, സോപ്പ് വെള്ളം വെച്ചൊന്ന് തുടയ്ക്കുക. അപ്പം എവിടെയും വൈറസ് നിൽക്കില്ല. നമുക്കറിയില്ല, ചിലപ്പം ആരോഗ്യ പ്രവർത്തകനായിരിക്കില്ല അസുഖമുള്ളത്, നിങ്ങൾക്കായിരിക്കും അസുഖം ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആർക്കും അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട. നമ്മൾ ചെയ്യുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ തുടച്ച് വൃത്തിയാക്കുക. അതാണ് ആദ്യം. രണ്ടാമത് ബാത്റൂമാണ്. ബാത്റൂം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്ന് ജസ്റ്റ് ഒരു സോപ്പ് വെള്ളം വെച്ച് വാഷ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബ്ലീച്ചിങ് ലോഷൻ വെച്ചൊന്ന് വാഷ് ചെയ്യുക. അപ്പം മറ്റുള്ളവർക്ക് അസുഖം വരാതെ നോക്കാം. ഒരു കാരണവശാലും ഇവരെ മാറ്റി നിർത്തരുത്. കാരണം അവർ മടുക്കുവാണ്, അല്ലെങ്കിൽ അവര് ചികിത്സ തന്നില്ലെങ്കിൽ തന്നെ നമ്മളെല്ലാവരും മരണപ്പെടാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരെ ഒരു കാരണവശാലും മാറ്റരുത്. അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും കൂടുതൽ എൻകറേജ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടത് മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. അതായത് കൂടുതൽ അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു രോഗിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയും ഹോസ്പിറ്റലിൽ വരുന്ന ആൾ പോസിറ്റീവ് ആണെങ്കിൽ എല്ലാ ഡോക്ടർമാർക്കും എല്ലാ നഴ്സുമാർക്കും അസുഖം വരണം, അങ്ങനെ വരുന്നില്ലല്ലോ. അപ്പൊ അതിനർത്ഥം പ്രോപ്പർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കുക. ഹുബ്ന അസ്ന അബുദാബിയിൽ, ഗർഭാവസ്ഥയിൽ രോഗം വന്നാൽ അത് കുട്ടിയെ ബാധിക്കുമോ? ഏത് ഭക്ഷണമാണ് കൂടുതൽ കഴിക്കേണ്ടത്? ഗർഭാവസ്ഥയിൽ അസുഖം വന്നു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പനി വന്നു കഴിഞ്ഞാൽ, ഏതൊരു പനിയാണെങ്കിലും ആദ്യത്തെ 3 മാസത്തിൽ ഗർഭാവസ്ഥയിലുള്ള പനികൾ നല്ലതല്ല. അപ്പൊ പ്രത്യേകിച്ചും വളരെ സിവിയർ പനിയാണെങ്കിൽ നമുക്ക്
പെട്ടെന്ന് കുട്ടികൾ ജനിക്കുക, അതായത് അതിനെ പറയുന്ന പ്രീ ടൈം ലേബർ എന്ന് പറയും, പെട്ടെന്ന് കുട്ടികൾ ജനിക്കാനും മാസം തികയാതുള്ള പ്രസവങ്ങൾ, അതുപോലുള്ള പ്രോബ്ലംസ്, പ്രീ ടൈം ലേബർ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകും. പ്രീ മെച്യൂരിറ്റി, കുട്ടികൾ പെട്ടെന്ന് ഗർഭിണികളാകുമ്പോൾ പെട്ടെന്ന് ഡെലിവർ ആവും. അങ്ങനെയുള്ള പ്രോബ്ലംസ് 3 മാസത്തിൽ ശക്തമായ പനിയുള്ളവർക്ക് വരാം. അപ്പൊ ഈ ഒരു കോവിഡും ശക്തമായ ഒരു പനിയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് പ്രഗ്നന്റ് ലേഡീസിനെ കാറ്റഗറി ബി ആയിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെ ആഹാരം കഴിക്കണമെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ആഹാരത്തിൽ പച്ചക്കറികൾ, പ്രത്യേകിച്ചും ഇലക്കറികളും അതുപോലെ തന്നെ വൈറ്റമിൻസ് അടങ്ങിയ ആഹാരങ്ങൾ ധാരാളം കഴിക്കുക. അഥവാ ഈ അസുഖം വന്നാലും നമ്മുടെ ബോഡിയെ ചെറുക്കാനുള്ള രീതിയിൽ നമ്മുടെ ബോഡി സജ്ജീകരിക്കുക. ഇനി നിങ്ങൾ കൂടുതലും യാത്ര ചെയ്യാതിരിക്കുക, ഹോസ്പിറ്റലിലും ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക, മാസ്ക് ധരിക്കാൻ മറക്കരുത്, കൈകൾ അണുവിമുക്തമാക്കാതെ ഒരു ഭാഗത്തും തുടരുത്. ഇനി പുറത്തു പോയി കഴിഞ്ഞാൽ ഉടനെ തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ കുളിക്കാൻ മറക്കരുത്. ഇത്തരം കാര്യങ്ങളാണ് കൃത്യമായി ചെയ്യേണ്ടത്. ഇത്തരം ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം പല പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡി വീട്ടിൽ പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി ഉണ്ടായിട്ട് പോലും അവർക്ക് വരാതിരുന്നിട്ടുണ്ട്. അപ്പം അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദിവസവും ഫോളോ അപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പേടിക്കേണ്ട ഒരു ആവശ്യം കാണുന്നില്ല. നസി അബുദാബിയിൽ നിന്ന്, റൂമിൽ ഒരാൾക്ക് രോഗമുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് എത്ര ദിവസം കഴിഞ്ഞാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? ഓക്കെ, റൂമിൽ ഒരാൾക്ക് പോസിറ്റീവ് ഉണ്ടെങ്കിൽ, ഓക്കെ, അസുഖമുള്ള വ്യക്തി നമ്മുടെ റൂമിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വരാനുള്ള സാധ്യതയെ കുറിച്ച് ആദ്യം പറയാം. അതിനുശേഷം എപ്പോഴാണ് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ള പറയാം. ഈ ടെസ്റ്റിംഗ് ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ്ലി ചെയ്യാം. അതായത് എപ്പോൾ പറ്റുമോ അത്രയും പെട്ടെന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാം. സാധ്യത എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധ്യത 0 മുതൽ നമുക്കൊരു 10% എന്ന് പറയാം. ചാൻസ് എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ്? നിങ്ങൾ ഈ വൈറസ് തൊട്ട് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ബോഡിയിലോട്ട് വരികയോ അല്ലെങ്കിൽ മൂക്കിലോട്ടോ ചുണ്ടിലോട്ടോ വായിലോട്ടോ തൊടുകയാണെങ്കിൽ അസുഖം വരാം. അല്ലെങ്കിൽ എങ്ങനെ വരാം? അല്ലെങ്കിൽ ഈ വ്യക്തിയുമായിട്ട് അടുത്തിടപഴകുമ്പോൾ, 1 മീറ്റർ അടുത്തിടപഴകുമ്പോൾ വരാം. അപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട റൂമിന്റെ കോർണറിൽ ഒരു ബെഡാണ് കൊടുക്കേണ്ടത്. വായു സഞ്ചാരമുള്ള റൂം ആയിരിക്കാൻ മാക്സിമം ശ്രമിക്കുക, പറ്റുന്നത്ര നേരം. അല്ലെങ്കിൽ ഡോർ എങ്കിലും ഇടക്കിടയ്ക്ക് തുറന്നിടാൻ ശ്രമിക്കുക. പിന്നെ എന്ത് ചെയ്യണം? വ്യക്തികൾ തൊടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെല്ലാം ഇടക്കിടയ്ക്ക് വൃത്തിയാക്കുക, ബാത്റൂം അണുവിമുക്തമാക്കുക. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വരാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യതയുണ്ട്, പക്ഷെ എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇവരെ മാനസികമായി ഒരിക്കലും അകറ്റരുത്. അത് വളരെ പ്രശ്നമാണ്. കൂടുതൽ ആളുകളും വിളിക്കുന്നത്, എന്റെ റൂംമേറ്റ് ഇത്രയും നാൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അവന് ഒത്തിരി കാര്യങ്ങൾ വാങ്ങിച്ചു കൊടുത്താണ്, ഇപ്പോൾ എന്നെ അകറ്റി നിർത്തുന്നു. ഇത് വളരെ വിഷമകരമായിട്ടുള്ള കാര്യമാണ്. പല ആളുകളും വിളിച്ച് കരയുകയാണ്. അപ്പൊ അങ്ങനെ ചെയ്യരുത്. മാനസികമായി ഒരിക്കലും അകറ്റരുത്. ശാരീരികമായി മാത്രം ഈ അസുഖം മാറുന്നത് വരെ മാത്രം അവരെ അകറ്റി നിർത്തുക. അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട കാര്യങ്ങൾ അതെല്ലാം അറേഞ്ച് ചെയ്ത് കൊടുക്കുക. വേറൊരു ദിവസത്തിൽ നിങ്ങളായിരിക്കും ഈ അസുഖം വരുന്നത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ അബ്ദുൾ ഗഫൂർ അബുദാബിയിൽ നിന്ന്, വൈറ്റമിൻ സി ഗുളിക കഴിക്കുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുമോ? ആ ഗുളിക കോവിഡിനെ തടയും? കോവിഡിനെ തടയില്ല വൈറ്റമിൻ സി അസുഖം വന്നു കഴിഞ്ഞാൽ ചെറുക്കാനുള്ള ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ്. ഞാൻ നേരത്തെയും പറഞ്ഞതാണ്, വൈറ്റമിൻ സി നമ്മൾ പച്ചക്കറിയിലൂടെയും അല്ലെങ്കിൽ ഫ്രൂട്ട്സിലൂടെയും കഴിക്കുന്നതാണ് ബോഡിയിൽ അബ്സോർവ് ചെയ്യുന്നത് കൂടുതലും. ഇപ്പൊ ഒരു നെല്ലിക്ക എടുക്കുകയാണെങ്കിൽ നെല്ലിക്കയിൽ ഏകദേശം നമുക്ക് ഒരു ദിവസം വേണ്ടത് 100 മില്ലിഗ്രാം ഓഫ് വൈറ്റമിൻ സി ആണ്. ദിവസവും വേണം, കാരണം അത് സ്റ്റോർ ചെയ്യുന്നില്ല നമ്മുടെ ബോഡിയിൽ. ദിവസവും വൈറ്റമിൻ സി വേണ്ടത് 100 മില്ലിഗ്രാം. ഒരു നെല്ലിക്ക 100 ഗ്രാമിന്റെ അകത്ത് തന്നെ ഏകദേശം 160 mg ഓഫ് വൈറ്റമിൻ സി ഉണ്ട്. ഒരു നെല്ലിക്ക ഒരു ദിവസം കഴിച്ചാൽ തന്നെ നമ്മുടെ വൈറ്റമിൻ സി ബോഡിയിൽ അത് ഫുൾ നല്ലോണം അബ്സോർവ് ആവുകയും ചെയ്യും. ഫുൾ അബ്സോർവ് ചെയ്യും. പക്ഷെ ടാബ്ലറ്റ് കഴിച്ചാൽ അത്ര അബ്സോർപ്ഷൻ ഇല്ല. ഇനി അഥവാ നിങ്ങൾ ടാബ്ലറ്റ് കഴിക്കുന്നത് കൂടിപ്പോയാൽ നിങ്ങൾക്ക് അബ്ഡോമിനൽ ക്രാമ്പ്, വയറിൽ പിടുത്തം, വയറുവേദന ഉണ്ടാവാം. പിന്നെ ഒത്തിരി കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയിൽ കല്ലുണ്ടാവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഒരിക്കലും ഫ്രൂട്ട്സ് കഴിച്ചാലോ വെജിറ്റബിൾ എത്ര കഴിച്ചാലോ ആ ഒരു പ്രോബ്ലം നമുക്ക് ഉണ്ടാകുന്നില്ല. വേറെ ഏതൊക്കെയാണ് വൈറ്റമിൻ സി ഉള്ളത്? നമുക്ക് വൈറ്റമിൻ സി ഉള്ള ഓറഞ്ച് വൈറ്റമിൻ സി ഉള്ളതാണ്. ഏകദേശം 50 mg ആണ് ഒരു 100 ഗ്രാം ഓഫ് ഓറഞ്ചിലുള്ളത്. നമുക്ക് പിന്നെ ആപ്പിൾ എടുക്കുവാണെങ്കിൽ ആപ്പിളിൽ ഏകദേശം 10 ആണ്. വാട്ടർമെലണിൽ ഏകദേശം 10 മില്ലിഗ്രാം ആണ്. പിന്നെ മാങ്ങ എടുക്കുവാണെങ്കിൽ മാങ്ങയിൽ ഏകദേശം 100 ഗ്രാമിന് 50 മില്ലിഗ്രാം വൈറ്റമിൻ സി ഉണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ. പിന്നെ ബ്രോക്കോളി, വെജിറ്റബിൾ എടുക്കുവാണെങ്കിൽ ബ്രോക്കോളി, ക്യാബേജ്, ടൊമാറ്റോ, ഇതിലെല്ലാം വൈറ്റമിൻ സി ഉണ്ട്. ഏകദേശം ഒരു 30 മുതൽ 20 ഒക്കെ അതിലൊക്കെ ഉണ്ട്, 100 ഗ്രാമിലുണ്ട്. അപ്പം കൂടുതലും നെല്ലിക്ക ദിവസവും കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെല്ലിക്ക ദിവസവും കഴിച്ചുകൊണ്ടിരുന്നാൽ ബോഡിയിലുള്ള വൈറ്റമിൻ സി ഡെവലപ്പ് ആയിക്കൊണ്ടേയിരിക്കും. അസുഖത്തിനെ ചെറുക്കാനായിട്ട് നമുക്ക് കഴിയും വന്നു കഴിഞ്ഞാൽ. അബ്ദുൾ വഹാബ് അബുദാബിയിൽ നിന്ന്, ഭർത്താവ് കോവിഡ് പോസിറ്റീവ് ആണ്, ഗർഭിണിയായ ഭാര്യയ്ക്ക് വൈറ്റമിൻ സി കഴിക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? രോഗം പകരാതിരിക്കാൻ എന്ത് ചെയ്യും? ഭർത്താവ് കോവിഡ് പോസിറ്റീവ് ആണ്, രോഗം പകരാതിരിക്കാൻ ഏറ്റവും ഇമ്പോർട്ടന്റ് 2 മാർഗങ്ങൾ തന്നെയാണ്. ഒന്ന്, സാമൂഹ്യ അകലം കീപ്പ് ചെയ്യുക. ഭർത്താവാണെങ്കിലും സാമൂഹ്യ അകലം അസുഖം വരാതിരിക്കാനായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് പോയിന്റ്. രണ്ടാമത്തത്, നിങ്ങൾക്ക് ചാൻസ് കൂടുതലായതുകൊണ്ട് ഓരോ ഭാഗങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. ഒന്നില്ലെങ്കിൽ ഭർത്താവിനോട് പറയാം, അല്ലെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ
ഭർത്താവ് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ചും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു സോപ്പും വെള്ളം വെച്ച് ഒന്ന് തുടച്ചെടുക്കുകയോ, അല്ലെങ്കിൽ ഒരു ബ്ലീച്ചിങ് പൗഡർ, ഒരു 3 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ഇട്ട 1 ലിറ്റർ വെള്ളം അനക്കാതെ വെച്ചിട്ട് ആ ഒരു ലായനി വെച്ച് തുടച്ച് വൃത്തിയാക്കിയാലും മതി. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ എന്ത് പറ്റും, പൂർണ്ണമായി വൈറസ് വീട്ടിൽ നിന്ന് നിൽക്കുകയാണ്. പിന്നെ നിങ്ങൾ സാമൂഹ്യ അകലവും കീപ്പ് ചെയ്യുന്നുണ്ട്, അസുഖം വരില്ല. രണ്ടാമത്തെ ചോദ്യം, വൈറ്റമിൻ സി കഴിക്കണോ വേണ്ടേ എന്നുള്ളത്. വീണ്ടും ടാബ്ലറ്റ് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പച്ചക്കറിയും അതുപോലെ ഫ്രൂട്ട്സും തന്നെ കഴിക്കുക, എന്നിട്ട് വൈറ്റമിൻ സി ഉണ്ടാക്കുന്നതാണ് നല്ലത്. ഒരു നെല്ലിക്ക കഴിക്കുന്നത് പാടുള്ള കാര്യമാണോ? വലിയ പാടുള്ള കാര്യമല്ല. ഒരു 100 ഗ്രാം ഉള്ള നെല്ലിക്ക കഴിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഓറഞ്ചോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ ഫ്രൂട്ട്, ഒരു ചെറിയ പുളിപ്പുള്ള എല്ലാ ഫ്രൂട്ട്സിലും വൈറ്റമിൻ സി ഉണ്ട്. അത് ദിവസവും കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഫാത്തിമ ഷമീൻ, വാട്ട് ആർ ദ ബെസ്റ്റ് ഫുഡ് ഫോർ ഇമ്മ്യൂണിറ്റി? ബെസ്റ്റ് ഫുഡ് ഫോർ ഇമ്മ്യൂണിറ്റി, ഓക്കെ. ഏറ്റവും നല്ല ഇമ്മ്യൂണിറ്റിക്ക് ഏറ്റവും നല്ല കുറെ കാര്യങ്ങളോട് പറയാൻ, പ്രത്യേകിച്ചും പച്ചക്കറികളാണ്. പച്ചക്കറി, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് എല്ലാം, ഇലക്കറികളെല്ലാം വൈറ്റമിൻ, നമ്മുടെ നല്ല വൈറ്റമിൻസ് റിച്ച് ആണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ഈ ഒരു വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങളാണ് ഞാനിപ്പോ പറഞ്ഞത്. ഏതൊക്കെ വൈറ്റമിൻ സി അടങ്ങിയ ആഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഓറഞ്ച്, അതുപോലെ സ്ട്രോബെറി, ആപ്പിൾ, പിന്നെ നെല്ലിക്ക, ഗൂസ്ബെറി, പിന്നെ ബനാനയിൽ 10 മില്ലിഗ്രാം ആണ്. വാട്ടർ മെലൺ, അതൊക്കെ വളരെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റേഴ്സ് ആണ്. വെജിറ്റബിൾ എടുക്കുവാണെങ്കിൽ ബ്രോക്കോളി, ക്യാബേജ്, ടൊമാറ്റോ എല്ലാം നല്ല ഇതാണ്. പിന്നെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട സാധനങ്ങൾ, മൈദ അടങ്ങിയ സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം. മധുര പാനീയങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതായത് ഒത്തിരി മധുരം കലക്കിയ സാധനങ്ങളെല്ലാം ബോഡിയിൽ ബ്ലഡ് ഫ്ലോ കുറയും, വളരെ സ്ലോ ആവും. ഒരു കുഴലിലൂടെ ബ്ലഡ് ഒഴുകുന്നു, പായസം ഒഴുകുന്നുണ്ടെങ്കിൽ പായസം വളരെ സ്ലോ ആയിട്ടേ ഒഴുകുള്ളൂ. അത് ഡേഞ്ചറാണ്. അത് അങ്ങനെ പോയാൽ നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റി ഫൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എത്തില്ല, വളരെ പതുക്കെ എത്തുള്ളൂ. വളരെ സ്പീഡിൽ എത്തിയാൽ മാത്രമേ എന്ത് പറ്റുള്ളൂ, നമുക്ക് എല്ലാം ഫൈറ്റ് ചെയ്യാൻ പറ്റും. നോർമലായിട്ട് ബ്ലഡ് ഒഴുകണം. അതിനുവേണ്ടി നമ്മൾ ഷുഗർ എപ്പോഴും താത്തു വെക്കണം, നോർമലാക്കി വെക്കണം. 200 താഴെയെങ്കിലും വെച്ചിരിക്കണം. 200 മില്ലിഗ്രാമിന്റെ താഴെയെങ്കിലും നമ്മൾ ഷുഗർ എപ്പോഴും വെച്ചിരിക്കണം. 180 ആണ് പറയുന്നതെങ്കിലും 200 താഴെയെങ്കിലും നിങ്ങൾ വെച്ചിരിക്കണം. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? ധാരാളം വെള്ളം കുടിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ എളുപ്പം ദഹിക്കുന്ന സാധനങ്ങളാണ് കഴിക്കേണ്ടത്. ദിവസവും നിങ്ങളുടെ ആഹാരത്തിൽ ഇത് വൈറ്റമിൻ സി ഉൾപ്പെടുത്താൻ മറക്കരുത്. അത് നാച്ചുറൽ ആയിരിക്കണം എന്നുള്ള നിർബന്ധമാണ്. കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ അബ്സോർഷൻ ഉള്ളത്. അപ്പൊ അത് നിർബന്ധമാണ്. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. വൈറ്റമിൻസിനെ കുറിച്ച് ഞാൻ 2 ദിവസത്തിനകത്ത് ഡോക്ടർ ഡിയിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ കറക്റ്റ് ആയിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യും. അലർജിക് പ്രോബ്ലം ഉള്ളവർക്ക് റിസ്ക് ഉണ്ടോ? പ്രദീപ്, അലർജി പ്രോബ്ലം ഉള്ളവർക്ക് റിസ്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, അലർജി ഇതുവരെ കാറ്റഗറി ബിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പേടിക്കാനുള്ള അവസ്ഥയില്ല. COVID-19 അലർജി ഉള്ളത് സാധാരണ വ്യക്തികൾ തന്നെയാണ്. ഇനി നിങ്ങൾക്ക് അലർജി വരാതിരിക്കാൻ നോക്കുക. കാരണം ഒരു അസുഖം വരുമ്പോൾ മറ്റൊരു അസുഖം കൂടെ വന്നു കഴിഞ്ഞാൽ പാടായിരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, അലർജി ഉള്ള സമയത്ത് നിങ്ങൾക്ക് COVID-19 കൂടെ വന്നാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ വേണ്ടി അലർജി പ്രിവെന്റ് ചെയ്ത് നിർത്തുക, അല്ലെങ്കിൽ നോർമൽ ഒരു മനുഷ്യനെ പോലെ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും, കൃത്യമായി മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിലോ ഇൻഹേലർ ഉണ്ടെങ്കിലോ അത് കൃത്യമായി ഉപയോഗിച്ച് തന്നെ പോവുക. ഇടയ്ക്ക് നിങ്ങൾ പ്രത്യേകിച്ച് ഈ സാമൂഹ്യ അകലവും ഗ്ലൗസും മാസ്കും അതെല്ലാം കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ കൂടുതൽ റിസ്ക് ഇല്ല എന്ന് മനസ്സിലാക്കുക, പേടിക്കേണ്ട. ജെസ്സി ചെറിയാൻ, എനി സ്പെഷ്യൽ കെയർ ഫോർ ഹൈപ്പർടെൻസീവ് സ്റ്റാഫ് ടേക്കിംഗ് കെയർ ഓഫ് ക്വാറന്റൈൻ പേഷ്യൻസ്? COVID-19 ക്വാറന്റൈൻ പേഷ്യൻസ്. സ്റ്റാഫ് നേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നിങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് പല സാധനങ്ങളും കൊണ്ടായിരിക്കും ഇറങ്ങുന്നത്. ഹോസ്പിറ്റലിൽ പോകുന്നു, ക്വാറന്റൈൻ പേഷ്യന്റിനോ അല്ലെങ്കിൽ പോസിറ്റീവ് പേഷ്യന്റിനോ നോക്കുന്നു, തിരിച്ച് വീട്ടിലോട്ട് വരുമ്പോൾ ഈ എല്ലാ സാധനങ്ങളും കൊണ്ട് വീട്ടിൽ കയറരുത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നിങ്ങൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം, പ്രത്യേകിച്ചും എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങൾ, ചോറ്റുപാത്രമാണെങ്കിൽ പോലും വീട്ടിന്റെ വെളി വരെ വരിക. പറ്റുമെങ്കിൽ അത് ഒന്നുകൂടെ ഒന്ന് കഴുകി, സോപ്പ് വെള്ളം വെച്ച് ആദ്യം കഴുകിയതിനു ശേഷം പാത്രങ്ങൾ ഒന്നുകൂടെ കഴുകിയിട്ട് വേണം വീട്ടിലോട്ട് കൊണ്ടുവരാൻ. പിന്നെ രണ്ടാമത്തെ ഇമ്പോർട്ടന്റ്, കയറിയ ഉടനെ നമ്മുടെ ചെരുപ്പുകൾ വീട്ടിന്റെ വെളിയിൽ തന്നെ ഇടുക. എന്നതിന് ശേഷം നമ്മൾ കയറിയ ഉടനെ നേരെ പോയി കുളിക്കാൻ ശ്രമിക്കുക. ആ ഇട്ട ഉടുപ്പ് ഒരു അടഞ്ഞ ഒരു കവറിലിടുകയോ അല്ലെങ്കിൽ നിങ്ങൾ അപ്പോൾ തന്നെ കഴുകുകയോ ചെയ്യുക. കഴുകാൻ വേണ്ടി നല്ല ഇച്ചിരി ചൂടുവെള്ളത്തിൽ, നല്ല ഡിറ്റർജന്റ് ഇട്ട ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് കഴുകി കഴിഞ്ഞാൽ പൂർണ്ണമായ അണുവിമുക്തമാവും. പിന്നെ തല തേച്ച് കുളിക്കാൻ മറക്കരുത്. പ്രത്യേകിച്ചും നമ്മൾ ചുമക്കുന്ന സമയത്തോ തുമ്മുന്ന സമയത്തോ ചെറിയ ഡ്രോപ്ലെറ്റ്സ് മുടിയിൽ വന്നിരിക്കാൻ ചാൻസ് ഉണ്ട്. സ്പ്രേ അടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റാത്ത തുള്ളികൾ വരെ തലയിൽ വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലേ? അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ്, നിങ്ങൾ രോഗികളെ നോക്കുന്ന സമയത്ത്
രോഗികളോട് നോക്കുന്ന സമയത്ത്, സംസാരിക്കുന്ന സമയത്ത് മാസ്ക് ആ രോഗി ധരിച്ചിരിക്കാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളും മാസ്ക് ധരിച്ചിരിക്കണം. COVID-19 പോസിറ്റീവ് കൺഫേം ആണെങ്കിൽ നിങ്ങൾ N95 മാസ്ക് ധരിച്ചിരിക്കണം. അതുപോലെ തന്നെ PPE പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ധരിച്ചിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് ഇല്ലെങ്കിൽ പോലും N95 മറക്കരുത്. കാരണം ഇവർ പോസിറ്റീവ് ആണ്, നമുക്ക് കൺഫേം ആയിട്ട് അറിയാം. അവരുമായിട്ട് അടുത്തിടപഴകുവാണ്, അവർക്ക് മരുന്നുകൾ കൊടുക്കുന്നുണ്ട്, ചിലപ്പോൾ നെബിലൈസ് ചെയ്യേണ്ടി വരും. അത്തരം അവസ്ഥകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക, N95 മറക്കരുത്. N95 ഇടുമ്പോൾ ഒരു കാരണവശാലും വെറുതെ താക്കരുത്. ഇട്ട് കഴിഞ്ഞാൽ അത് ഊരുമ്പോൾ മാത്രമേ അത് കൈ തൊടാവൂ. ഇനി അഥവാ നിങ്ങൾ മാസ്ക് ഇടുന്നതിന് മുമ്പും ശേഷവും ഓരോ പ്രാവശ്യവും കൈകൾ അണുവിമുക്തമാക്കണം. ഇടുന്നതിന് മുമ്പും അണുവിമുക്തമാക്കണം, ഇട്ടതിന് ശേഷം, അതായത് ഊരുന്ന സമയത്തും നിങ്ങൾ കൈ അണുവിമുക്തമാക്കണം. പറ്റുമെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ഡ്രസ്സുകൾ അവിടെ ഹോസ്പിറ്റലിൽ തന്നെ മാറി വീട്ടിലോട്ട് വരാനായിട്ട് ശ്രമിക്കുക. പറ്റൂല്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യാം. അപ്പം ഏകദേശം 25ഓളം ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഞാൻ കുറച്ച് ഓർമ്മ വന്നതാണ് പറഞ്ഞത്. ഡോക്ടർ ഡി തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഗ്രൂപ്പിൽ ബെറ്റർ ലൈഫ് പേജിൽ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്റ്റെത്തുകൾ, നിങ്ങൾ ഉപയോഗിക്കുന്ന സ്റ്റെത്തുകളാണെങ്കിലോ പെന്നുകളാണെങ്കിലോ ഇറങ്ങുന്നതിന് മുമ്പ് സ്റ്റെറിലൈസ് ചെയ്യുക. ഓരോ പ്രാവശ്യവും പേഷ്യന്റ് നോക്കിയതിനു ശേഷം ഒരു പഞ്ഞി തുടച്ച് ക്ലീൻ ചെയ്യുക. മൊബൈൽ ഫോൺ മറക്കരുത്. മൊബൈൽ ഫോൺ കവർ ഉൾപ്പെടെ ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ വീട്ടിലോട്ട് പോകാവൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ശ്രദ്ധിച്ചാൽ അസുഖം വരില്ല. കാരണം എനിക്കറിയാവുന്ന കുറെ ആളുകളുണ്ട്, പ്രത്യേകിച്ചും UK ഡോക്ടേഴ്സും സ്റ്റാഫുകളും സ്ഥിരമായിട്ട് ഇവർ ഉപയോഗിക്കുന്നുണ്ട്. ഈ അസുഖങ്ങളുണ്ട്, അവർക്കൊന്നും വീട്ടിലോട്ടോ അല്ലെങ്കിൽ അവർക്കോ അസുഖം വന്നിട്ടില്ല. അപ്പം കറക്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിലോ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ അസുഖം വരില്ല എന്ന് തന്നെയാണ് അവർ തെളിയിക്കുന്നത്. അപ്പൊ അത് തന്നെ നമുക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഷൈൻ അബുദാബിയിൽ നിന്ന്, എൻ്റെ റൂമിൽ ഒരാൾക്ക് പനി വന്നപ്പോൾ റൂമിലുള്ള ബാക്കിയുള്ളവർ ക്വാറന്റൈൻ പോകേണ്ട ആവശ്യമുണ്ടോ? റൂമിൽ ഒരാൾക്ക് പോസിറ്റീവ് വന്നാൽ അവരുമായിട്ട് കോണ്ടാക്ട് വന്ന വ്യക്തികൾ, കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നെങ്കിൽ കോണ്ടാക്ട് ആണ്. അല്ലെങ്കിൽ ഇവരുമായി അടുത്ത് 1 മീറ്റർ അടുത്ത് നിങ്ങൾ 15 മിനിറ്റ് കൂടുതൽ നിന്ന് സംസാരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ കൂടുതൽ അടുത്തിടപഴകിയിട്ടുണ്ടെങ്കിലും നിങ്ങൾ ക്വാറന്റൈൻ ആണ്. ഈ 2 വ്യക്തികളും ക്വാറന്റൈൻ ആണ്. അടുത്ത 14 ദിവസം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡിയിൽ വൈറസ് കാണും, മറ്റുള്ളവർക്കും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ കറക്റ്റ് ആയിട്ട്, അത് കൃത്യമായി പാലിക്കുകയും ചെയ്യണം. അപ്പം അറിയേണ്ട എത്രയേ ഉള്ളൂ, ഒരു റൂമിൽ താമസിക്കുന്നു, നിങ്ങൾ 2 മണിക്കൂർ കൂടുതൽ എന്തായാലും ആ റൂമിലുണ്ട്. അപ്പം അവരും ക്വാറന്റൈൻ ആണ്. രണ്ടാമതായി ഏതെങ്കിലും ഒരു വ്യക്തിയുമായി കോണ്ടാക്ട് വരുന്നു, 15 മിനിറ്റ് കൂടുതൽ നിങ്ങൾ സമ്പർക്കം ചെലുത്തുന്നുണ്ട്, അവർ പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ ക്വാറന്റൈൻ ചെയ്യേണ്ടതാണ് അടുത്ത 14 ദിവസം. രാജി, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി എങ്ങനെ കൂട്ടാം? ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇപ്പോ ഉണ്ടോ എന്നാണ് ഉദ്ദേശിച്ചത്, പറഞ്ഞിട്ടില്ല. ഓക്കെ, ചെസ്റ്റ് ഇൻഫെക്ഷൻ എന്ത് അസുഖം ഉണ്ടെങ്കിലും നമ്മൾ നോർമൽ ആകുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്കിപ്പോ BP ഉണ്ട് അല്ലെങ്കിൽ എനിക്കിപ്പോ ഷുഗർ ഉണ്ടെങ്കിൽ ഞാൻ എന്താണ് ശ്രമിക്കേണ്ടത്? എന്റെ BP അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ എന്റെ ഷുഗറിന്റെ വാല്യൂ നോർമൽ ഒരു മനുഷ്യനെ പോലെ ആക്കിയെടുത്താൽ ഞാനും നോർമലാണ്. മരുന്നുകൾ കഴിക്കുന്നതെന്നുള്ളൂ, പക്ഷെ ഞാനും പഴയതുപോലെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ചെസ്റ്റിൽ ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, എന്ത് അസുഖം ഉണ്ടെങ്കിലും അതും നിങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് നോർമൽ ആക്കാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഇനി റെക്കറന്റ് ആയിട്ട് ചെസ്റ്റ് ഇൻഫെക്ഷൻ വരുന്നവരാണെങ്കിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകിച്ചും നിങ്ങൾ അഡീഷണൽ ആയിട്ടുള്ള എല്ലാ മെഷേഴ്സും എടുക്കണം. ഒരു കാരണവശാലും സാമൂഹിക അകലം വിട്ട് ഒരു കാര്യവും ചെയ്യരുത്. ഇപ്പൊ ഞാൻ സ്റ്റാഫിന്റെ കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾ പുറത്തു പോയിട്ട് അകത്ത് വരുമ്പോൾ തന്നെ കുളിക്കുക, അതുപോലെ തന്നെ ചെരുപ്പുകൾ വെളിയിൽ തന്നെ ഇടുക, അങ്ങനെയുള്ള അഡീഷണൽ പ്രിക്കോഷൻ എടുക്കുക. അഡീഷണൽ പ്രിക്കോഷൻ ആണ് ഞാൻ സ്റ്റാഫിന്റെ കാര്യത്തിൽ പറഞ്ഞത്. അപ്പൊ അതുപോലെ രീതിയിൽ കറക്റ്റ് ആയിട്ട് ചെയ്യുക. വായ്ക്ക് രുചി ഇല്ലായ്മ കോവിഡിന്റെ ലക്ഷണമാണോ? പനിയില്ല. ഓക്കെ, വായ്ക്ക് രുചിയില്ലായ്മ കോവിഡിന്റെ ലക്ഷണമാണോ? പനി പക്ഷേ ഇല്ല. ഓക്കെ, അത് ലക്ഷണമല്ല. നമുക്ക് പനി കാണും, അതിന്റെ കൂടെ മണമില്ലാതെ വരാം. മൂക്കിന് ഒരു സാധനത്തിന് മണം കിട്ടാതെ വരാം. അങ്ങനെ വരുവാണെങ്കിൽ അതൊരു ലക്ഷണമാണ്. പക്ഷെ അത് വളരെ കുറച്ച് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. പനി കാണും, പനിയുടെ കൂടെ പനി ഉണ്ടെങ്കിൽ മാത്രം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് COVID-19 വ്യക്തിയുമായ ഡയറക്റ്റ് സമ്പർക്കം. ഈ സമ്പർക്കം ഇല്ലെങ്കിൽ നിങ്ങൾ പനിയോ ചുമയോ എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. സമ്പർക്കം ചെലുത്തിയ വ്യക്തികൾക്കാണ് നമ്മൾ പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, ഛർദിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ COVID-19 ചിന്തിക്കേണ്ടത്. എന്താണ് അബ്ദുൾ റഷീദ്, എന്താണ് ഹെർഡ് ഇമ്മ്യൂണിറ്റി? വെൻ കോവിഡ് വിൽ എൻഡ്? ഈ ഒരു വീഡിയോ ആണ് ഞാൻ ഇപ്പൊ ചെയ്തത് ഡോക്ടർ ഡിയില്. ഞാൻ ജസ്റ്റ് ചുരുക്കി പറയാം, നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഞാൻ 15 മിനിറ്റ് ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ. ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഹെർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കൂടുതൽ ആളുകൾക്ക് അസുഖം വന്നാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ഈ റൂമിൽ 100 പേരുണ്ട്. 100 പേർക്ക് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. 60 പേർക്ക് അസുഖം വന്നാൽ
എന്ത് സംഭവിക്കില്ല, ബാക്കിയുള്ള 40 പേര് രക്ഷപ്പെടും എന്നുള്ളതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. അല്ലെങ്കിൽ വേറൊരു രീതി പറയുവാണെങ്കിൽ 1, 2 എന്ന് വരുന്നു, 2, 3 എന്ന് വരുന്നത് ആദ്യത്തെ ആള് രണ്ടാമത്തെ ആൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കുന്നു, രണ്ടാമത്തെ ആള് മൂന്നാമത്തെ ആൾക്ക് ഇൻഫെക്ഷൻ കൊടുക്കുന്നു, അങ്ങനെ ഇൻഫെക്ഷൻ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. 10ാമത്തെ ആളാണ് വീക്ക്, 10ാമത്തെ ആൾക്കാണ് അസുഖം, അല്ലെങ്കിൽ 10ാമത്തെ ആൾക്കാരാണ് ക്രിട്ടിക്കലി ഇൽ, അവർക്ക് അസുഖം വന്നാൽ അവർ മരിക്കും. അപ്പൊ 4ാമത്തെ ആൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ 2 രീതി ഇമ്മ്യൂണിറ്റി വരാം. ഒന്ന് അസുഖം വന്നിട്ടുള്ള ഇമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുത്ത് ഇമ്മ്യൂണിറ്റി വരുത്താം, അതായത് ഇമ്മ്യൂണൈസേഷൻ, വാക്സിൻ. ഈ വാക്സിൻ ഇപ്പൊ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ട് നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുക. അപ്പൊ ഹേർഡ് ഇമ്മ്യൂണിറ്റി കഴിഞ്ഞാൽ ഇവർക്ക് അസുഖം വന്നു മാറി. അപ്പൊ 1, 2 വന്നു, 2, 3 വന്നു, 3, 4 4ൽ നിന്ന് 5 എത്തില്ല, കാരണം അയാൾക്ക് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ നമ്മൾ 10ാമത്തെ ആളെയും 9ാമത്തെ ആളെയും സേവ് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണക്കുകൾ പറയുന്നത് നമ്മുടെ COVID-19 60% പോപ്പുലേഷനിൽ അസുഖം വന്നാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അതായത് വേറൊരാൾക്ക് വരില്ല. മീസിൽസ് ഒക്കെ ആണെങ്കിൽ ഏകദേശം 80% ആളുകൾക്ക് വന്നാൽ മാത്രമേ മറ്റുള്ള ആളുകളിലോട്ട് എത്താതിരിക്കൂ. ഇതാണ് ഹേർഡ് ഇമ്മ്യൂണിറ്റി. ഇനി എത്ര നാൾ ഇത് നിൽക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ രാജ്യങ്ങളിലും നിൽക്കുന്നത് വരെ നമുക്ക് ഈ COVID-19 ത്രെട്ട് കാണും. പല രാജ്യങ്ങളിലും ഇപ്പം ഇറ്റലി എടുക്കുവാണെങ്കിൽ ഏകദേശം 30% ആളുകൾക്ക് അവിടെ അസുഖം വന്നു കഴിഞ്ഞു. സ്പെയിൻ എടുക്കുകയാണെങ്കിൽ ഏകദേശം 40% ആളുകൾക്ക് അസുഖം വന്നു. അമേരിക്ക എടുക്കുവാണെങ്കിൽ അവിടെ 30% ആളുകൾക്ക് അസുഖം വന്നു. അപ്പൊ അതിന്റെ കൂടെ ഒരു 10% കൂട്ടാം, കാരണം പലതും അൺഡിക്റ്റഡ് ആയിരിക്കും. അപ്പൊ 60 എത്താൻ അടുത്തെത്തി. അങ്ങനെ ആണെങ്കിൽ അവർക്കൊക്കെ കേസുകൾ കുറഞ്ഞു തുടങ്ങാം. അപ്പൊ മറ്റ് എല്ലാ രാജ്യങ്ങളിലും കുറഞ്ഞു തുടങ്ങി, എല്ലായിടത്തും നിന്ന് കഴിഞ്ഞാൽ ഈ വൈറസിന് നമുക്ക് പൂർണ്ണമായി നിർത്തും. എനിക്ക് തോന്നുന്നത് ഈ ഒരു വർഷത്തിന്റെ അവസാനം വരെയെങ്കിലും ഇത് പല ഭാഗങ്ങളിലും കാണും. ഏത് രാജ്യമാണ് കൂടുതൽ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നത്, കൂടുതൽ ഒരു കമ്മ്യൂണിറ്റി സ്പ്രെഡ് വരാതെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഹേർഡ് ഇമ്മ്യൂണിറ്റി വരുത്തിയും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. 2 രീതിയിലും പ്രിവെന്റ് ചെയ്യാൻ പറ്റും. രണ്ടും പ്രശ്നമാണ്. ഒന്ന്, കമ്മ്യൂണിറ്റി സ്പ്രെഡ് വഴിയാണെങ്കിൽ കമ്മ്യൂണിറ്റി സ്പ്രെഡ് പ്രിവെന്റ് ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സാമ്പത്തികമായി തകരും. നമ്മൾ ഹേർഡ് ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടി എല്ലാവർക്കും അസുഖം വരട്ടെ എന്ന് വിചാരിച്ചാൽ നമ്മൾ ആരോഗ്യരംഗമായി തളരും, കൂടുതൽ ആളുകൾ മരിക്കാനും സാധ്യത. അപ്പൊ ഇതൊരു ബാലൻസ്ഡ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മരുന്നോ വാക്സിനോ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ ഫാസ്റ്റ് ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റും. ഒരു 3 മാസം കൊണ്ടൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റും. വെജിറ്റബിളും ഫ്രൂട്ട്സിലും വൈറസ് സാന്നിധ്യം ഉണ്ടാകുമല്ലോ, നമുക്ക് എങ്ങനെയാ വൈറസ് നിർവീര്യമാക്കാം? വെജിറ്റബിളും ഫ്രൂട്ട്സും നിങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഡയറക്റ്റ് ഒരു കഴുകുന്ന സ്ഥലത്തോട്ട് വേണം കൊണ്ടുപോകാൻ. ചൂടുവെള്ളത്തിൽ തന്നെ, ചെറിയൊരു ചൂടുവെള്ളത്തിൽ തന്നെ കഴുകിയെടുക്കാൻ നോക്കുക. തൊലി കളയാൻ പറ്റുന്ന എല്ലാ വെജിറ്റബിളും ഫ്രൂട്ട്സും തൊലി കളഞ്ഞ് തന്നെ ഉപയോഗിക്കുക. പിന്നെ നമ്മളിപ്പം ഓറഞ്ച് ഒക്കെ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓറഞ്ചിന്റെ തൊലി പൊളിച്ചതിന് ശേഷം നമ്മുടെ കൈ ഒന്ന് അണുവിമുക്തമാക്കിയതിന് ശേഷം, അല്ലെങ്കിൽ കൈ ഒന്ന് സോപ്പിട്ട് കഴുകിയിട്ട് വേണം ഓറഞ്ച് കഴിക്കാൻ. പഴമൊക്കെയാണ് നമ്മൾ പൊളിച്ചല്ലേ കഴിക്കണം. അപ്പം നമ്മൾ കഴുകിയിട്ടില്ല, വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ തൊലിച്ചതിന് ശേഷം കൈകൾ അണുവിമുക്തമാക്കിയതിന് ശേഷം മാത്രമേ ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാവൂ. കഫക്കെട്ട് പ്രശ്നമാണോ? കഫക്കെട്ട് ഞാൻ പറഞ്ഞതുപോലെയാണ്. നമുക്ക് ഇപ്പൊ കഫക്കെട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് മരുന്ന് കൊടുത്ത് ട്രീറ്റ്മെന്റ് ചെയ്ത് നോർമൽ വ്യക്തി ആവണം. കഫക്കെട്ട് ഇതൊരു ഡേഞ്ചർ സിഗ്നൽ അല്ല, അത് കാറ്റഗറി ബിയിൽ ഉൾപ്പെടുത്താത്ത ഒരു സാധനമാണ് കഫക്കെട്ട്. അതുപോലെ പോസിറ്റീവായിട്ട് ഐസൊലേഷനിൽ കഴിയുന്ന ആൾക്ക് ഒരു മെഡിസിനും കഴിക്കേണ്ടതില്ല. നമുക്ക് കാറ്റഗറി A, B, C ആണ്. അല്ലെങ്കിൽ ഗൾഫിലൊക്കെ പറയുന്നത് മൈൽഡ്, മോഡറേറ്റ്, സിവിയർ. ഇതിൽ മൈൽഡിനും മോഡറേറ്റിനും പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് ആവശ്യമില്ല. കാരണം നമുക്കിപ്പം കോവിഡിന് മരുന്നില്ല, അത് വ്യക്തമായി മനസ്സിലാക്കുക. നമ്മൾ സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്. അതായത് എന്തെങ്കിലും താളം തെറ്റിപ്പോയാൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് ഹാർട്ടിന്, ഇപ്പൊ നമുക്ക് അറിയാം കേരളത്തിൽ ഒരു വ്യക്തിക്ക് 90 വയസ്സുള്ളൊരു അപ്പച്ചന് അസുഖം വന്നപ്പം ഹാർട്ടിന്റെ താളത്തിന് മാറ്റം വന്നു, നമുക്ക് വാർത്തയെ കേട്ടുകയാണ്. അപ്പൊ അതിനുള്ള മരുന്ന് കൊടുത്ത് അത് കറക്റ്റ് ചെയ്ത് വീണ്ടും നോർമലൈസ് വെക്കുകയാണ്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെയാണ് നമ്മൾ കാറ്റഗറി, വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാറ്റഗറിയെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ കാറ്റഗറി എക്ക് പ്രതിരോധ ശക്തി കൂട്ടി തന്നെ സാധാരണഗതിയിൽ 90 മുതൽ 95% ആളുകളും നോർമലായിട്ട് തന്നെ ഈ വൈറസിനെ ഫൈറ്റ് ചെയ്ത് തോപ്പിക്കുകയാണ് എല്ലായിടത്തും. ഇപ്പം ഏകദേശം 6 ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ തന്നെ നോർമലായി, പഴയ ജീവിതത്തിലോട്ടായി. അപ്പൊ അതുപോലെ തന്നെ നമുക്ക് അസുഖം വന്നാൽ 90 മുതൽ 95% ഈ അസുഖത്തിനെ ചെറുക്കാൻ നമുക്ക് പറ്റും. പിന്നെ ആർക്കാണ് പ്രോബ്ലം? ഈ അസുഖമുള്ള ആളുകൾക്ക് നമ്മൾ ശ്രദ്ധിക്കണം. അവർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ രാജ്യത്തിലെ ഏത് നമ്പറാണ്, ഇപ്പൊ UAE ആണെങ്കിൽ 8001717, നമുക്ക് അങ്ങനെ ഓരോ രാജ്യത്തിനും ഓരോ നമ്പറുണ്ട്. ആ നമ്പറിൽ തന്നെ വിളിക്കുക. കാറ്റഗറി B ആണെങ്കിൽ, അതായത് എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് നിങ്ങൾക്ക് അസുഖമുള്ളതുകൊണ്ടോ അതിന്റെ കൂടെ COVID-19 പോസിറ്റീവ് ആയി. കാറ്റഗറി C എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ സിവിയർ എന്ന് പറയുമ്പോൾ, ശ്വാസം മുട്ടലോ, നെഞ്ചിന് തടസ്സം, തൊലിക്ക് കളർ ചേഞ്ച് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഹോസ്പിറ്റലുമായിട്ട് കോൺടാക്ട് ചെയ്ത് മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യണം. മരുന്നുകൾ പലതും എന്തിനാണ് കൊടുക്കുന്നത്? കോംപ്ലിക്കേറ്റഡ് ആവാതിരിക്കാനും. പിന്നെ പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തേക്കുന്നത്, പൂർണ്ണമായി പ്രൂവ് ചെയ്തിട്ടില്ല, പല സ്റ്റഡീസിലും പ്രൂവ് ചെയ്തേക്കുന്ന ഐവർമെക്റ്റിൻ ഉണ്ട്, ഹൈഡ്രോക്സിക്ലോറോക്വിൻ ഉണ്ട്, പിന്നെ നമുക്ക് ആന്റി റിട്രോവൈറൽ തെറാപ്പി ഉണ്ട്, അങ്ങനെ മോണോക്ലോണൽ ആന്റിബോഡി, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുണ്ട്.
ഇതിൽ ഏത് മരുന്നുകൾ നോക്കി ആ വ്യക്തിക്ക് ആവശ്യമുള്ള മരുന്നുകൾ കൃത്യമായി കൊടുക്കും. അത് കാറ്റഗറി സി സിവിയർ പേഷ്യന്റിന് മാത്രമാണ്. അല്ലെങ്കിൽ വെന്റിലേറ്റർ ആവശ്യം, വെന്റിലേറ്റർ ഒക്കെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റിന് മാത്രമേ നമ്മൾ അങ്ങനെ ട്രീറ്റ്മെന്റിലോട്ട് പോകുന്നുള്ളൂ. വായിൽ കൂടെ ട്യൂബ് ഇട്ട് ലങ്സിന് കൂടുതൽ വെന്റിലേഷൻ കൊടുത്ത് ലങ്ങിൽ നിന്ന് കഫമൊക്കെ എടുത്ത് കളയുന്ന മെത്തേഡ്, അതൊക്കെ വളരെ സിവിയർ ആയിട്ടുള്ളവർക്ക് മാത്രം മതി. നോർമൽ കാറ്റഗറി എല്ലാം തന്നെ ഹീൽ ചെയ്യും. നമ്മൾ ധാരാളം ബാക്കി ഈ കാര്യങ്ങൾ, ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇമ്മ്യൂണിറ്റി കുറയുന്ന കാര്യങ്ങൾ ഒന്നും ചെയ്യരുത്. ഇത് കൃത്യമായി പാലിക്കുക. PCOD തൈറോയ്ഡ് ഉള്ളവർക്ക് ഇമ്മ്യൂണിറ്റി കുറവുണ്ടായിരിക്കുമോ? കോവിഡിന് ഇത് ബാധിക്കുമോ? തൈറോയ്ഡ് ഡിസോർഡർ ഇതുവരെ COVID-19 കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ നോർമലായിട്ട് തൈറോയിഡിന്റെ മരുന്നുകൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായി കഴിക്കുക. നിങ്ങളുടെ ബ്ലഡിന്റെ തൈറോക്സിൻ ലെവൽ അല്ലെങ്കിൽ TSH ലെവൽ എല്ലാം നോർമലായിട്ട് വെക്കുക. അത് വളരെ ഇമ്പോർട്ടന്റ്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഏതൊരു അസുഖം ഉണ്ടെങ്കിലും നമ്മുടെ മെയിൻ ഗോൾ എന്താണ്? നമ്മുടെ ബോഡി നോർമൽ ഒരു വ്യക്തിയെ പോലെ ആക്കിയെടുത്താൽ നമ്മൾ ബാക്കിയുള്ള വ്യക്തികൾ ഒരുപോലെയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ എനിക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ, ഞാൻ തൈറോയിഡിന്റെ മരുന്ന് കഴിക്കുന്നുണ്ടെങ്കിൽ കൃത്യമായി കഴിച്ച് നോർമൽ ആക്കി വെച്ചാൽ ബാക്കിയുള്ളവരെ പോലെ തന്നെയാണ് എന്റെ റിസ്ക്. അത് കൂടുതൽ അഡീഷണൽ റിസ്ക് ഇല്ല. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പം ഷുഗർ ഉള്ള വ്യക്തി നിങ്ങൾ അതാണ് തിരിച്ചറിയേണ്ടത്. ഷുഗർ ഉള്ള വ്യക്തിക്ക് 10% അഡീഷണൽ കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പല വാർത്തകളും നിങ്ങൾ കേട്ട് കാണും. പക്ഷെ നിങ്ങൾ അറിയേണ്ട എത്രയേ ഉള്ളൂ, നിങ്ങൾ ഷുഗർ ഉണ്ട് പക്ഷെ മരുന്ന് കഴിച്ചെങ്കിലും ഞാൻ നോർമൽ ആക്കിയിട്ടുണ്ട്. അപ്പം മരുന്ന് കഴിച്ച് നോർമൽ ആക്കി, അപ്പൊ ഒരു സാധാരണ വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കിയിരിക്കുക. Prone ventilation found to be effective to maintain saturation, removing secretions. That way help to reduce the viral load. Can this help to prevent mortality? പ്രോൺ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കമത്തി കിടത്തിയിട്ട് നമ്മൾ ശ്വാസം കൊടുക്കുന്നതിനാണ് പ്രോൺ വെന്റിലേഷൻ. ഇത് കാറ്റഗറി സിക്കാണ്. വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള വ്യക്തികൾക്ക്, അത് പ്രത്യേകിച്ചും അക്യൂട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയും, ARDS എന്ന് പറഞ്ഞാൽ ലങ്ങിന്റെ വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള അവസ്ഥയാണ്. ആ അവസ്ഥയിലോട്ട് എത്തിയ വ്യക്തികൾക്ക് പണ്ട് മുതലേ നമ്മൾ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് കമത്തി. സാധാരണ നമ്മൾ നമ്മൾ കിടത്തി ഇങ്ങനെ നേരെ കിടത്തിയിട്ടാണ് കൊടുക്കുന്നത്. ഇതിന് പകരം കമത്തി കിടത്തിയതിനു ശേഷം നമ്മൾ വെന്റിലേഷൻ കൊടുക്കുമ്പോൾ ബേസ് ഓഫ് ദി ലങ്ങിലും അതുവരെ എയർ കിട്ടാത്ത ഏരിയയിൽ എയർ കിട്ടുന്നതായിട്ടും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടും കാണാറുണ്ട്. അപ്പൊ കാറ്റഗറി സിക്ക് നമ്മൾ, അല്ലെങ്കിൽ കാറ്റഗറി സിയോ അല്ലെങ്കിൽ ഇത്തരം രോഗികൾ, ഇത്തരം വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള രോഗികൾക്ക് നമുക്ക് ഈ പ്രോൺ വെന്റിലേഷൻ കൊടുക്കാറുണ്ട്. പക്ഷെ മറ്റു വ്യക്തികൾക്ക് പ്രോൺ വെന്റിലേഷൻ ചെയ്യുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. ബാക്കിയുള്ള സാധാരണ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക, ബാക്കി പറഞ്ഞല്ലോ 10 കാര്യങ്ങൾ, ആ കറക്റ്റ് ആയിട്ടുള്ള 10 കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. Above 60 age പോസിറ്റീവ് ആയാൽ റിക്കവർ ആവാൻ പ്രയാസമുണ്ട്? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് 60 വയസ്സിന്റെ മുകളിലാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണൽ ഒരു 10% റിസ്ക് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പം അഡീഷണൽ 10% എന്ന് പറഞ്ഞാൽ 95% നോർമൽ ആവും എന്ന് പറഞ്ഞു. അപ്പം 85% നോർമൽ ആവും. 85 എന്ന് പറഞ്ഞാൽ വളരെ ഹൈ പെർസെന്റേജ് ആണ്. നോർമൽ ആകുമെന്ന് തന്നെ കരുതുക. നിങ്ങൾ എന്തൊക്കെ ചെയ്യണം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കാം. കാരണം ഒത്തിരി ആൾക്കാർക്ക് ഇത് എത്ര പ്രാവശ്യം പറഞ്ഞാലും അത് വീണ്ടും വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇമ്പോർട്ടന്റ് ആണ്. ഇതാണ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യേണ്ടത്. എന്താണ്? 1, ഉറങ്ങുക, മറക്കരുത്. 7 മുതൽ 9 മണിക്കൂർ ഉറങ്ങുക. കൃത്യമായുള്ള എക്സസൈസ് പറ്റുമെങ്കിൽ ചെയ്യുക. ഒരു 30 മിനിറ്റ് ഒരു ദിവസം ചെയ്താൽ മതി. കൃത്യമായി ചെയ്യുക. അസുഖം ഉണ്ടെങ്കിലും ചെയ്യാം. ചെറിയ രീതി 10 മിനിറ്റ് ഒരു മണിക്കൂർ ചെയ്യുക, അടുത്ത 10 മിനിറ്റ് ചെയ്യുക, പിന്നെ ഒരു 10 മിനിറ്റ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ 30 മിനിറ്റ് ആയി. പിന്നെന്താ? സമീകൃത ആഹാരം ഈ സമയത്ത് കഴിക്കുക. വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും അടങ്ങിയ പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക. പിന്നെന്താണ് ചെയ്യേണ്ടത്? ബാലൻസ്ഡ് സമീകൃത ആഹാരം കഴിക്കുക. 5 സാധനം ഒഴിവാക്കണം. സ്ട്രെസ്, അമിതമായ ടെൻഷൻ ഒഴിവാക്കണം. കാരണം ബോഡിയുടെ നമുക്കിത് ഫൈറ്റ് ചെയ്യാനുള്ള കംപ്ലീറ്റ് സാധനവും ഈ സ്ട്രെസ് ഉണ്ടെങ്കിൽ അടിച്ചു പോകും. അപ്പൊ അത് ചെയ്യരുത്. കാരണം കോർട്ടിസോൾ, നമ്മുടെ സ്റ്റീറോയിഡ്, ബോഡിയിൽ ഉണ്ടാകുന്ന അഡീഷണൽ ടെൻഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹോർമോൺ ആണ് കോർട്ടിസോൾ അല്ലെങ്കിൽ സ്റ്റീറോയിഡ് എന്നാണ് അതിനെ പറയുന്നത്. സ്റ്റീറോയിഡ് ഉണ്ടായാൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡൗൺ ആവും. അപ്പൊ അത് ചെയ്യരുത്. പിന്നെ അടുത്തെന്താണ്? മൈദ അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, മധുരം അടങ്ങിയ ആഹാരങ്ങൾ ഒഴിവാക്കുക, മദ്യം ഒഴിവാക്കുക, സ്മോക്കിംഗ് ഒഴിവാക്കുക. ഈ 5 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഈ അസുഖം ഉണ്ടെങ്കിൽ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങളും അസുഖം വരാതിരിക്കാനും ചെയ്യേണ്ട കാര്യങ്ങൾ. ഈ 5 കാര്യങ്ങൾ. What are the precautions to be taken while bringing vegetables and food items from supermarket? സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സാധാരണഗതിയിൽ നമ്മളവിടെ പോയതിനു ശേഷം പിന്നെയാണ് ആലോചിക്കുന്നത് എന്ത് വേണമെന്ന്. അങ്ങനെ ചെയ്യാതിരിക്കുക. വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് തന്നെ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് തയ്യാറാക്കി കൊണ്ടുപോകുക. കാരണം നമ്മളിപ്പോൾ ഒരു വിൻഡോ ഷോപ്പിങ്ങോ അല്ലെങ്കിൽ അവിടെ പോയി നോക്കിയെടുക്കാനുള്ള ഒരു സാഹചര്യത്തിലല്ല. അവിടെ ഉള്ള ആളുകൾക്ക് ഇൻഫെക്ഷൻ കാണാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മാസ്ക് ധരിച്ച് പോവുക. കടയിൽ കയറുന്നതിന് മുമ്പ് പറ്റുമെങ്കിൽ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വേണം കടയിലോട്ട് കയറുമ്പോൾ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഒരു കവർ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സാധനങ്ങളൊക്കെ പെട്ടെന്ന് നോക്കി എടുക്കുക. അധികം സമയം കളയരുത്. പെട്ടെന്ന് പൈസ കൊടുക്കുക, സാധനങ്ങൾ എടുക്കുക. വീട്ടിൽ തിരിച്ചു ഇറങ്ങുമ്പോഴും പറ്റുമെങ്കിൽ ഹാൻഡ് ഹൈജീൻ ചെയ്യുവാണെങ്കിൽ ഹാൻഡ് ഹൈജീൻ ചെയ്യുക. വീട്ടിൽ എത്തിയാൽ ഉടനെ എന്ത് ചെയ്യണം?
നിങ്ങൾ ചെരുപ്പും സാധനങ്ങളെല്ലാം വെളിയിൽ തന്നെ ഊരിയിടുക, നേരെ അടുക്കളയിൽ പോവുക. ഈ സാധനങ്ങൾ ഇപ്പം പ്രത്യേകിച്ചും പച്ചക്കറിയും സാധനങ്ങളൊക്കെ ആണെങ്കിൽ നേരെ വാഷ് ബേസിലോട്ട് വെച്ച് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് വേണം മാറ്റി വെക്കാൻ. ഇനി ബാക്കിയുള്ള കവർ സാധനങ്ങളാണെങ്കിൽ ഒരു ചെറിയ സോപ്പ് വെള്ളത്തിൽ ഒരു തുണി മുക്കി അങ്ങ് തുളച്ചെടുത്തു കഴിഞ്ഞാൽ വൈറസ് ഉണ്ടെങ്കിലും പൂർണ്ണമായി അണുവിമുക്തമാക്കും. സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അത് ആ ഒരു രീതിയിൽ നമുക്ക് വീട്ടിൽ ഇരിക്കാൻ പറ്റും. പല ആളുകളും വിളിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഡ്രൈ കഫ് ഒരു റിഗാർഡിംഗ് സിംറ്റം ആണ് കോവിഡ്-19ന്റെ ഏറ്റവും രണ്ടാമത്തെ ലക്ഷണമാണ് ഡ്രൈ കഫ്. പനിയുടെ കൂടെ വരേണ്ട ചുമ, പനി ഇല്ലാതെയല്ല, പനി ഏകദേശം 97 മുതൽ 98% ആളുകളിൽ കാണും. വരണ്ട ചുമ 95 മുതൽ 96% വരണ്ട ചുമ കാണാറ്. കാരണം ലോവർ റെസ്പിറേറ്ററി ആണ്, അടിത്തട്ടിലാണ് ഈ അസുഖം. കഫമുള്ള ചുമകളൊക്കെ വളരെ റെയറാണ്. വാട്ട് അബൌട്ട് ക്ലോറോക്വിൻ ടാബ്ലറ്റ് എടുക്കുന്നതിനെ കുറിച്ച്? ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഒരു 20 പേരിലാണ് ചൈനയിൽ ഒരു പഠനം ഉണ്ടായിരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് 20 പേർക്കും അസുഖം കുറഞ്ഞതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ ഒരു വാർത്തയിൽ വന്നത്. അതിനുശേഷം നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഇതിനെക്കുറിച്ച് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുകയും പല ആളുകൾ ഈ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് പല ആളുകളും മരിച്ചുപോയി. അപ്പൊ അത് കാരണം നമ്മളിപ്പോ ICMR ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ഡിക്ലെയർ ചെയ്തേക്കുന്നത് വളരെ ക്രിട്ടിക്കലായിട്ട് കോവിഡ്-19 പേഷ്യന്റിനെ നോക്കുന്ന ആളുകൾ, പ്രത്യേകിച്ചും ആരോഗ്യ പ്രവർത്തകർ, അങ്ങനെയുള്ള ഡോക്ടേഴ്സും നഴ്സസും മാത്രമാണ് ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കേണ്ടത്. കാരണം ഒന്ന്, ഇത് പ്രൂവ് ചെയ്തിട്ടില്ല 100% ഇത് എഫക്റ്റീവ് ആണെന്നുള്ളത്. ഈ രണ്ട്, ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കൂടുതൽ കഴിച്ച് കൂടുതൽ കോംപ്ലിക്കേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പ്രിവെന്റ് ചെയ്യാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം പ്രൂവ് ചെയ്യാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക. ഞാനൊന്നും ഇതുവരെ കഴിച്ചു തുടങ്ങിയിട്ടില്ല. അപ്പം നിങ്ങൾ ആ ഒരു കാര്യം പേടിക്കാതിരിക്കുക. വളരെ ഒത്തിരി ക്രിട്ടിക്കൽ പേഷ്യന്റ് നമ്മൾ സ്ഥിരമായി നോക്കുന്നു, അല്ല ഇതുപോലുള്ള നെബുലൈസേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൂടെ നിൽക്കുന്നു, വായിലുള്ള സെക്രീഷൻസ് ഉള്ള പേഷ്യന്റ് നമ്മൾ സക്ഷൻ ചെയ്യുന്നു, നമ്മൾ കൂടെ നിന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കാം. അല്ലാത്ത വ്യക്തികൾ കഴിക്കേണ്ട ആവശ്യമില്ല. അത് പണ്ടോട്ടെ മലേറിയയ്ക്കും അതുപോലെ വേറെ മറ്റു അസുഖങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന മരുന്നാണ്. സിസ്റ്റമിക് ലൂപ്പസ് എറിത്രോമാറ്റസ് അങ്ങനെയുള്ള അസുഖങ്ങൾക്കൊക്കെ കൊടുക്കുന്ന മരുന്നാണ്. അപ്പം സേഫ് ആണെന്ന് വെച്ചാൽ സേഫ് ആണ്, പക്ഷെ നമ്മൾ ആവശ്യമില്ലാതെ മരുന്നുകൾ കഴിക്കരുത്. അതെ, ഈ ചോദിച്ച ആള് SLE വിത്ത് ലങ് ഫൈബ്രോസിസ് ഉള്ളതാണ്, ത്രോട്ട് പെയിൻ ആൻഡ് കഫ് ഫോർ 2 weeks. SLE ഓൾറെഡി ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി ഹൈഡ്രോക്സി ക്ലോറോക്വിൻ കഴിക്കുന്നവരാണെങ്കിൽ കൃത്യമായി കഴിക്കാം, സ്റ്റോപ്പ് ചെയ്യേണ്ട, കൃത്യമായി കഴിച്ചുകൊണ്ടിരിക്കുക. കഴിക്കുന്ന ആളല്ലേ കഴിക്കരുത്. ഡോക്ടറിന്റെ സമ്മതം അല്ലെങ്കിൽ ഡോക്ടർ പറയാതെ ഒരിക്കലും ഹൈഡ്രോക്സി ക്ലോറോക്വിൻ സ്റ്റാർട്ട് ചെയ്യരുത്. അല്ലാതെ തന്നെ നിങ്ങളുടെ SLE ചിലപ്പോൾ കൺട്രോൾഡ് ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ഡോക്ടർ സ്റ്റാർട്ട് ചെയ്യാത്തത്. അല്ലെ മറ്റു മരുന്നുകൾ കാണും, അത് കൃത്യമായി കഴിച്ചാൽ മതി. സ്വാബ് ടെസ്റ്റ് റിസൾട്ട് വരാൻ എത്ര ദിവസം എടുക്കും? വന്നാൽ എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് രാജ്യത്തിനനുസരിച്ചാണ്. ഇപ്പൊ നമുക്ക് ഇന്ത്യയിലാണെങ്കിൽ RT-PCR, അതായത് റീകോമിനന്റ് ടിഷ്യൂ പോളിമേഴ്സ് ചെയിൻ റിയാക്ഷൻ എന്നുള്ളതാണ് ടെസ്റ്റിന്റെ പേര്. ഈ ടെസ്റ്റ് നമുക്കൊരു 3 ദിവസമാണ് സാധാരണ രീതിയിൽ എടുക്കുന്നത്. ഇപ്പൊ നമുക്ക് റാപ്പിഡ് PCR ഇറങ്ങിയിട്ടുണ്ട്. റാപ്പിഡ് PCR അത് റാപ്പിഡ് ആന്റിജൻ കിറ്റ് എന്നൊക്കെ പറയും. അത് ശരിക്കും 1 മണിക്കൂറിനകത്തൊക്കെ ടെസ്റ്റ് കിട്ടും. പക്ഷെ റിസൾട്ട് വരാൻ കേസിന്റെ ലോഡ് പോലെ ഇരിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പം UAE-ലൊക്കെ ഇന്നലെ മാത്രം 25,000 ആളുകൾക്കാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചിലപ്പോൾ 2 ദിവസം മുമ്പുള്ളതായിരിക്കും. അത്ര ആളുകൾ ടെസ്റ്റ് ചെയ്യുവാണ്. നമുക്ക് സാമ്പിൾ എടുക്കുന്ന ഏകദേശം 1 ലക്ഷത്തിന് അടുപ്പിച്ചായിരിക്കും. ഒരു 3 ദിവസമൊക്കെ എടുക്കും റിസൾട്ട് വരാൻ. പല രാജ്യങ്ങളിലും 2 മുതൽ 3 ദിവസമാണ് സാധാരണ രീതിയിൽ റിസൾട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. പക്ഷെ ടെസ്റ്റിംഗ് സാധാരണ സമയം എടുക്കുന്നത്, ഒരു ടെസ്റ്റ് ചെയ്യാൻ 6 മണിക്കൂറാണ് എടുക്കുന്നത്. RT-PCR വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്ന റാപ്പിഡ് ടെസ്റ്റ് ചെയ്യാൻ 1 മണിക്കൂർ മുതൽ 2 മണിക്കൂർ മതി. പക്ഷെ കൂടുതൽ സാമ്പിൾ ഉണ്ടെങ്കിലാണ് സമയം എടുക്കുന്നത്. ആസ്മ റിസ്ക് ഫാക്ടറാണ് പറഞ്ഞാണല്ലോ. ആസ്മ റിസ്ക് ഫാക്ടർ എന്ന് പറയുമ്പോൾ ആസ്മ വലിയ റിസ്ക് ഫാക്ടർ അല്ല. ആസ്മ നോർമലാക്കി വെച്ചാൽ മാത്രം മതി. ആസ്മ കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ അസുഖം വരികയോ കൂടുതൽ കോംപ്ലിക്കേറ്റോ ചെയ്യില്ല. ആസ്മയ്ക്കുള്ള മരുന്നുകൾ കൃത്യമായി കഴിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തലവേദനയോട് കൂടിയ ഇടവിട്ട പനി ലക്ഷണമാണോ? പോസിറ്റീവ് കേസുമായി എക്സ്പോസ് ആയിട്ടുണ്ട്. തലവേദനയോട് വിട്ട് ഇടവിട്ട് പനി വരുന്നുണ്ട്. പോസിറ്റീവ് കേസുമായി എക്സ്പോസ് ആയിട്ടുണ്ട്. ഉറപ്പായിട്ടും ചെക്ക് ചെയ്യണം. നിങ്ങൾ കോവിഡ് PCR ടെസ്റ്റ് ചെയ്യണം. ഏത് രാജ്യമാണെന്ന് അനുസരിച്ചിരിക്കും. ഇപ്പൊ UAE ആണെങ്കിൽ അല്ലെങ്കിൽ അബുദാബിയിലാണെങ്കിൽ നിങ്ങൾ 8001717 വിളിച്ചാൽ മതി. അവർ വന്ന് നിങ്ങളെ സ്വാബ് എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈവിംഗ് സെന്ററിൽ പോയാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് ആണെങ്കിലൊന്നും അധികം നിങ്ങളുടെ ഇൻഷുറൻസ് എല്ലാം കവർ. അപ്പൊ ആ കാര്യത്തിൽ പേടിക്കണം. നിർബന്ധമായും ടെസ്റ്റ് ചെയ്യണം. പോസിറ്റീവ് ആയ ആൾക്ക് വീണ്ടും എത്ര ഡേയ്സ് കഴിഞ്ഞു ടെസ്റ്റ് ചെയ്താൽ ആണ് നെഗറ്റീവ് ആയോ എന്നറിയാം? കോവിഡ് ലക്ഷണങ്ങളില്ല എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഇപ്പൊ എനിക്ക് അസുഖം ഉണ്ടെങ്കിൽ ഒരു 3 ആഴ്ച വരെ എടുക്കും എനിക്ക് നെഗറ്റീവ് ആവാൻ. അപ്പൊ ഞാൻ നോക്കുന്ന ആദ്യം എനിക്ക് ലക്ഷണമില്ല എന്നുള്ളത് നോക്കും. നമുക്കറിയാം കനിക കപൂർ എന്നുള്ളൊരു ഇവിടെ ഇന്ത്യയിൽ ഒരു പാട്ടുകാരിക്ക് പോസിറ്റീവ് ആയതൊക്കെ നമുക്കറിയാം. പുള്ളിക്കാരിക്ക് 6 പ്രാവശ്യം ടെസ്റ്റ് ചെയ്തപ്പോഴാണ് നെഗറ്റീവ് ആയത്. ബാക്കി എല്ലാ പ്രാവശ്യവും പോസിറ്റീവ് ആയത്.
അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിലല്ല എന്ന് മനസ്സിലാക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി പോലെ ഇരിക്കും, നമ്മുടെ പ്രതിരോധ ശക്തി പോലെ ഇരിക്കും. ബോഡി എപ്പോഴാണോ അത് പുറം തള്ളുന്നത് അപ്പോഴേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പക്ഷെ സാധാരണഗതിയിൽ ഒരു 3 ആഴ്ചയാണ് പറയുന്നത്. 3 ആഴ്ചക്കകത്ത് 2 മുതൽ 3 ആഴ്ചക്കകത്ത് പൂർണ്ണമായി നെഗറ്റീവ് ആവും. പിന്നെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണെങ്കിൽ 6 ആഴ്ച വരെ എടുക്കാറുണ്ട്. അതാണ് ആവറേജ് ടൈം. 6 ആഴ്ച വരെയൊക്കെ സമയം എടുക്കും. ചിലപ്പം സിവിയർ ആണെങ്കിൽ 6 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ നോർമൽ ആവുള്ളൂ. ഈ ഫുഡ് പ്രൊഡക്ട്സിലൊക്കെ കോവിഡ് എത്ര സമയം നിൽക്കുമെന്നുള്ളതാണ്? ഓക്കെ, നമുക്ക് സാധാരണഗതിയിൽ ഇപ്പം പ്രൂവ് ചെയ്തേക്കുന്നത് ഇപ്പം കട്ടിയുള്ള പ്രതലങ്ങളിൽ വീണ് കഴിഞ്ഞാൽ 1 ദിവസം വരെ നിൽക്കും. അതായത് പേസ്റ്റ് ബോർഡ് കട്ടി, പ്രത്യേകിച്ചും ഇതുപോലെ കട്ടിയുള്ള ഏത് സാധനത്തിൽ, സ്റ്റീലൊക്കെ ആണെങ്കിൽ 3 ദിവസം, പ്ലാസ്റ്റിക് ആണെങ്കിൽ 4 ദിവസം. അപ്പോൾ ഒരു 1 ഡേ എന്നുള്ള രീതി എടുക്കാം. പക്ഷെ ഏറ്റവും കൂടുതൽ ഡേയ്സ് ഒക്കെ ഓർത്ത് വയ്ക്കാൻ പാടാണ്. നമുക്ക് അറിയില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആപ്പിൾ കടയിലിരിക്കുന്നു, നമുക്കറിയില്ല എപ്പോഴാണ് വൈറസ് വീണത്. 1 ദിവസം മുമ്പാണോ, അത് 2 ദിവസം മുമ്പാണോ, അത് 10 മിനിറ്റ് മുമ്പാണോ, ഒന്നും നമുക്കറിയില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ്, ഏതൊരു വസ്തുവിൽ തൊട്ടാലും കൈകൾ മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് നിർബന്ധമായി അണുവിമുക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ സൊല്യൂഷൻ. I am a healthcare provider. I am treating corona patients. Every day I am using nebulization or steam inhalation followed by PEP devices or chest clearance technique. Will it help? ഓക്കെ, പുള്ളിയുടെ ചോദ്യം ഒരു ഡോക്ടർ അല്ല നേഴ്സോ ആണ്. പുള്ളിക്കാരി ചെയ്യുന്ന എന്താണ്, ആവി പിടിക്കും, അതുപോലെ തന്നെ PPE കിറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, ആവി പിടിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. നമുക്ക് പല മെസ്സേജും വരുന്നുണ്ട്. വേപ്പില വെച്ച് ആവി പിടിക്കുക, അല്ലെങ്കിൽ കരിഞ്ജീരകം കുടിക്കാം, തൊണ്ടയിൽ ചൂടുവെള്ളം ഗാർഗിൾ ചെയ്യാം. ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ബോഡിയിൽ സൈഡ് എഫക്ട് ഉണ്ടോ ഇല്ലയെന്ന് മാത്രം നോക്കുക. സൈഡ് എഫക്ട് ഉണ്ടോ, ഇല്ല, അങ്ങനെയാണെങ്കിൽ ചെയ്തോളൂ. പക്ഷെ ഇത് കൊണ്ട് പൂർണ്ണമായി മാറും എന്ന് വിശ്വസിക്കരുത്. കാരണം ഇതുവരെ പ്രൂവ് ചെയ്തിട്ടില്ല. WHO റെക്കമെൻഡ് ചെയ്ത കാര്യങ്ങളാണ് ഞാനിപ്പോൾ വിശദീകരിച്ചത്. 5 കാര്യങ്ങൾ ചെയ്യാനും 5 കാര്യങ്ങൾ ഉപേക്ഷിക്കാനും പറഞ്ഞത് WHO പറഞ്ഞാണ്. പക്ഷെ നമുക്ക് ആവി പിടിക്കുന്നത് നല്ല തന്നെയാണ്. അതുകൊണ്ട് ശരീരത്തിന് പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ അതുകൊണ്ട് നിങ്ങൾ എന്ത് വിചാരിക്കരുത്, അസുഖം വരില്ല എന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ഒരിക്കലും വെക്കരുത്. കൃത്യമായി PPE കിറ്റ് ഉപയോഗിക്കുക. ഡോക്ടറാണ്, നേഴ്സോ ആണെങ്കിൽ PPE കിറ്റ് ഉപയോഗിക്കുക. N95 ഒരു കാരണവശാലും തൊടരുത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു കാരണവശാലും ഇട്ട് കഴിഞ്ഞാൽ തൊടരുത്. ഊരാൻ വേണ്ടി മാത്രമേ തൊടാവൂ. പിന്നെ അടുത്ത ഇമ്പോർട്ടന്റ് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചതാണ്. കറൻസി യൂസ് ചെയ്യുമ്പോൾ കറൻസി ആണെങ്കിലോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ ആണെങ്കിലും നമ്മൾ ആലോചിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എനിക്ക് വൈറസ് ഉണ്ടെങ്കിൽ ഞാൻ ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ സംസാരിക്കുമ്പോഴോ തെറിച്ച് വീഴുന്ന സ്രവങ്ങൾ അത് ന്യൂസ് പേപ്പർ ആണെങ്കിലും കറൻസിയിലാണെങ്കിലും വീഴാം. അത് 24 മണിക്കൂർ വരെയൊക്കെ നിൽക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കറൻസിയിലും വൈറസ് ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതുപോലുള്ള പ്രതലങ്ങളിൽ തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കൈകൾ അണുവിമുക്തമാക്കാതെ കൈ വഴി പെനിട്രേറ്റ് ചെയ്ത് അകത്ത് കയറില്ല, തൊലി വഴി കയറില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, കൈകൾ മുഖത്ത് കൊണ്ടുവരുന്നതിന് മുമ്പ് കൈകൾ അണുവിമുക്തമാക്കണം. പിന്നെ കറൻസി എപ്പോഴും ഹാൻഡിൽ ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു പെട്ടി അതിനു വേണ്ടി മാറ്റി വയ്ക്കുക. പറ്റുമെങ്കിൽ ഗ്ലൗസ് ഇടുക. ഓരോ പ്രാവശ്യവും കറൻസി തൊട്ടതിന് ശേഷം കറക്റ്റായിട്ട് ആൽക്കഹോൾ സാനിറ്റൈസ് ചെയ്യുക. ആ ഒരു പെട്ടിയിലോട്ട് ഇതിടാവും. ആവശ്യമില്ലാതെ പല പ്രതലങ്ങളിൽ പിടിക്കാതിരിക്കുക. ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. How long the virus will take to attach the lung parenchyma? നമുക്ക് അങ്ങനെ ഒരു കറക്റ്റ് ആയിട്ടില്ല. നമുക്ക് 1 ആഴ്ചയാണ് സാധാരണഗതിയിൽ ലങ്ങിന്റെ അടിത്തട്ടിൽ എത്തുന്നത്. 1 ആഴ്ച കഴിയുമ്പോൾ ഇത് ലങ്ങിലോട്ട് എത്തി 1 to 3 വീക്സിനകത്താണ് ലങ്ങിന്റെ അകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ ഇല്ലേ എന്നുള്ളത് തീരുമാനം വന്നത്. പക്ഷെ 1 to 3 വീക്കിനകത്ത് നമുക്ക് ഇത് ഫൈറ്റ് ചെയ്ത് തോപ്പിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ മോശമാവെന്ന് പറഞ്ഞ് മരിക്കുമെന്നില്ല. അതിൻ്റെ അകത്ത് തന്നെ നമുക്കൊരു 50% ആളുകളെ 50 കൂടുതൽ ആളുകളെ നമുക്ക് രക്ഷപ്പെടുത്തി പഴയതുപോലെ ആക്കാൻ പറ്റും. 5% ആളുകളാണ് ക്രിട്ടിക്കലി ഇല്ലാവുന്നത്. അതിൻ്റെ അകത്ത് 3% ആളുകളാണ് വളരെ ക്രിട്ടിക്കലാണ്, സിവിയർലി ക്രിട്ടിക്കലാണ്. അതുപോലെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന IT സ്റ്റാഫാണ്. ജോലിക്ക് ആവശ്യാർത്ഥം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും പോകേണ്ടതുണ്ട്. പോസിറ്റീവ് കേസുമായി ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? സെൽഫ് ക്വാറന്റൈനിലാണ്. അപ്പൊ അതിനർത്ഥം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. 14 ദിവസം നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക. എന്തിനാണെന്ന് എനിക്കറിയില്ല. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടും IT വർക്ക് ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടും മറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുമായി കോൺടാക്ട് വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു സ്ഥലങ്ങളിലും ആവശ്യമില്ലാതെ തൊടാതിരിക്കാൻ നോക്കുക. കൈകൾ ഈ രീതിയിൽ തന്നെ പിടിക്കാൻ നോക്കുക മാക്സിമം. ഇപ്പോൾ ഒരു കാരണവശാലും നമ്മൾ ആൾക്കാർക്ക് ഷേക്കാൻ കൊടുക്കാതിരിക്കുക. ഒരു സാമൂഹ്യ അകലം കീപ്പ് ചെയ്യുക. എവിടെ ഇരിക്കുവാണെങ്കിലും ഒരു 1 മീറ്റർ ഡിസ്റ്റൻസ് ഇടുക. നമ്മൾ ആവശ്യമില്ലാതെ നമ്മുടെ കൈകൾ മുഖത്ത് കൊണ്ടുവരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ വീട്ടിൽ ഈ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്കി ഈ നേഴ്സിന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ കയറുമ്പോൾ തന്നെ കുളിച്ച് കയറാൻ ശ്രമിക്കുക, കൈകൾ അണുവിമുക്തമാക്കാൻ ശ്രമിക്കുക. നേഴ്സിന്റെ കാര്യത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ നിങ്ങൾ കീപ്പ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം നിങ്ങളൊരു ഹോസ്പിറ്റലിൽ പോവുകയാണ്, അതുകൊണ്ട് COVID-19 പോസിറ്റീവായിട്ട് എക്സ്പോഷർ വരിക. അതുകൊണ്ട് തന്നെ നേഴ്സുമാർ ശ്രദ്ധിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ IT പ്രവർത്തകനായ നിങ്ങളും ശ്രദ്ധിക്കണം. തലയിൽ ഇടതുഭാഗത്ത് ചെറിയ വേദന അനുഭവിക്കുന്ന കോവിഡ് ലക്ഷണമാണ്? അല്ല, ഒട്ടുമല്ല, പേടിക്കാം. പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ആയാൽ
പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ COVID-19 പോസിറ്റീവ് നെഗറ്റീവ് ആയാൽ അടുത്ത 14 ദിവസവും കൂടെ നിങ്ങൾ ഹോം ക്വാറന്റൈൻ കണ്ടിന്യൂ ചെയ്യണം. കാരണം പല ആളുകളിലും വൈറസ് പൂർണ്ണമായി ബോഡിയിൽ നിന്ന് പോയിട്ടില്ല എന്നുള്ള ഒരു പഠനങ്ങളുണ്ട്. വളരെ കുറച്ച് നമുക്ക് അറിയില്ലല്ലോ, 4-5 മാസമേ ആയിട്ടുള്ളൂ ഈ വൈറസ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറച്ച് നാളത്തേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും 14 ദിവസം മറ്റുള്ള ഒരു വ്യക്തിയും, പ്രായമുള്ള ആളുകളോ അല്ലെങ്കിൽ ഇതുപോലെ കാറ്റഗറി ബി ഉള്ള വ്യക്തിയുമായിട്ട് ഒരു കാരണവശാലും അടുത്ത് വരാതിരിക്കാൻ നോക്കുക. പിന്നെ ബാക്കിയെല്ലാം നിങ്ങളുടെ പഴയതുപോലായി, നിങ്ങൾ നോർമലായി, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്കി പഴയതുപോലെ ജീവിതം കൊണ്ടുപോവുക, അത്രയും മാത്രമേ ഉള്ളൂ. SLE ഇഷ്യൂ ഉള്ള ആള്, ഐ ഡിഡ്ന്റ് ഗെറ്റ് എ പ്രോപ്പർ റിപ്ലൈ അബൌട്ട് SLE, ഡിഡ് ഐ ടെസ്റ്റ് അഗെയിൻ എന്നാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ല. ക്വസ്റ്റ്യൻ എന്താണ് ക്വസ്റ്റ്യൻ? SLE മരുന്ന് കഴിക്കണമെന്നാണോ അതോ? I am from Kuwait. I have SLE with lung fibrosis. I had throat pain and cough 2 weeks back. Rapid test done, it was negative. But still throat pain, cough is there. What should I do? I am taking hydrochloroquine. He's already taking Okay. hydrochloroquine. കഴിക്കുന്നുണ്ട്. തൊണ്ടവേദന ഉണ്ടായിരുന്നു, ടെസ്റ്റിംഗ് ചെയ്തു. ഏത് ടെസ്റ്റ് ചെയ്തു? നമ്മുടെ റാപ്പിഡ് PCR ആണ് ചെയ്തത്, നെഗറ്റീവ് ആയിരുന്നു. പക്ഷെ ഇപ്പോഴും അസുഖം മാറിയിട്ടില്ല. ഇതല്ലേ കറക്റ്റ് ചോദ്യം? ഓക്കെ, അതിനർത്ഥം നിങ്ങൾക്ക് ഇപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ട്. നിങ്ങളുടെ CBC ഒന്ന് നോക്കുക, കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ കൗണ്ട് എത്രയാണെന്ന് നോക്കുക. ടോട്ടൽ കൗണ്ട് കൂടിയിട്ടുണ്ടോ, ന്യൂട്രോഫിൽസ് കൂടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അസുഖം എന്താണ് ഒരു ബാക്ടീരിയ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആന്റിബയോട്ടിക് കഴിക്കേണ്ടി വരും. ആന്റിബയോട്ടിക് കഴിച്ച് നിങ്ങളുടെ അസുഖം നോർമലാക്കുക. എന്നിട്ടും മാറുന്നില്ലെങ്കിൽ നിർബന്ധമായും ഒരു പ്രാവശ്യം കൂടെ ഈ റാപ്പിഡ് PCR ടെക്നിക്ക് ചെയ്യേണ്ടി വരും. കാരണം PCR-ന് 100% ആക്യുറസി ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പൊ പേടിക്കണ്ട, നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലഡ് ഒന്ന് നോക്കുക. ബ്ലഡ് നോക്കിയിട്ട് ബാക്ടീരിയലാണോ അതോ വൈറലാണോ നോക്കാം. അതിനുശേഷം നമ്മൾ കൃത്യമായ മരുന്നുകൾ കഴിച്ച് മാറ്റാൻ നോക്കാം. ക്വാറന്റൈൻ പീരീഡ് 14 ആണ് 28 ആണ്? ക്വാറന്റൈൻ പീരീഡ് 14 ആണ്. നമ്മൾ 28 ഡേയ്സ് വെക്കുന്നതിന്റെ കാരണം ചില ആളുകളിൽ 14 ദിവസം കഴിഞ്ഞതിന് ശേഷവും ഈ വൈറസ് നിൽക്കുന്നതായിട്ട് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ നാളെയാണെന്ന് തോന്നുന്നു ഞാൻ ടോക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്. 14 ആണോ 28 ഡേയ്സ് ആണോ എന്നുള്ളൊരു ടോക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ പറയുന്നുണ്ട്. നാളെ ചെയ്യാം. ഞാൻ പോകാനിരിക്കുന്ന ആളാണ്. ഇപ്പോൾ പെട്ടെന്ന് നിർത്തിയിട്ട് കാര്യമുണ്ടോ, ഫലമുണ്ടാകും? പിന്നെ വളരെ ഫലമുണ്ട്. ഈ സമയത്താണ് നിർത്താൻ ഏറ്റവും നല്ല സമയം. നിർത്തുക. കാരണം എപ്പോ നിർത്തിയാലും റിവേഴ്സ് ചെയ്യാൻ പറ്റും, അസുഖം റിവേഴ്സ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും മദ്യമാണെങ്കിലോ സ്മോക്കിംഗ് ആണെങ്കിലോ നിർത്താൻ പറ്റിയൊരു അവസരമാണ്. നിർത്തി കഴിഞ്ഞുള്ള ഗുണം നമുക്ക് കുറെയൊക്കെ റിവേഴ്സ് ആവും. കുറച്ച് പെർമനന്റ് ഡാമേജ് വന്നത് മാറില്ല, പക്ഷെ എന്നാലും ഒരു 50%ഓളം ഓരോ ഒറ്റ ദിവസം മാറ്റുമ്പോൾ തന്നെ നമുക്ക് മാറി തുടങ്ങും. അതായത് സ്മോക്ക് ചെയ്യാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ മദ്യം കഴിക്കാതിരിക്കുമ്പോഴോ ലിവർ ഹീൽ ചെയ്യും. അത് ബോഡിയുടെ മെക്കാനിസം പഴയതുപോലെ ആയി തുടങ്ങും. അപ്പൊ അതിനു വേണ്ടി നമ്മൾ എത്രയും പെട്ടെന്ന് നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. വീണ്ടും സെയിം ചോദ്യം വന്നിട്ടുണ്ട്. പ്രഗ്നന്റ് ആയ സ്ത്രീ വൈറ്റമിൻ ഗുളിക കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളത്? വൈറ്റമിൻ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഏതൊരു മരുന്നും പ്രഗ്നൻസി ചെയ്യുന്ന സമയത്ത് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ആവശ്യമില്ലാതെ കഴിക്കാതിരിക്കുക. വൈറ്റമിൻ സേഫ് ആണ്, പക്ഷെ എന്നാലും ഏറ്റവും നല്ലത് പച്ചക്കറിയും ഫ്രൂട്ട്സും ആണ്. ഒരു ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്ന വലിയ പാടുള്ള പരിപാടിയല്ല എന്നാണ് ഞാൻ കരുതുന്നത്. ത്രോട്ട് ഇച്ചിങ്ങും കോൾഡും ഉണ്ട്, അത് ഇതിന്റെ സിംറ്റം ആണോ? അല്ല, ത്രോട്ട് ഇച്ചിങ്ങും കോൾഡും ഇതിന്റെ സിംറ്റം അല്ല. നിങ്ങൾ ആലോചിക്കേണ്ട ഇത്രേ ഉള്ളൂ, COVID-19 പോസിറ്റീവ് വ്യക്തിയുമായി അടുത്ത സമ്പർക്കം ഉണ്ടെങ്കിൽ മാത്രമേ ലക്ഷണങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. പനി, വരണ്ട ചുമ, ശ്വാസം മുട്ടൽ, ഛർദിൽ, വയറിളക്കം, മണം കിട്ടാതിരിക്കുക, ശ്വാസം എടുക്കുമ്പോൾ ജലദോഷം ഇല്ലാതെ തന്നെ മണം കിട്ടാതിരിക്കുക, ഇതൊക്കെ ഇങ്ങനെ ഉണ്ട്. COVID-19 പോസിറ്റീവുമായിട്ട് സമ്പർക്കം ചെലുത്തിയിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചിന്തിക്കുക, അല്ലെ പേടിക്കണ്ട. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം കുറെ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം ചെയ്തിരിക്കുകയാണ്. ഏകദേശം എത്ര മിനിറ്റ്? 1 മണിക്കൂർ സ്റ്റോപ്പ് ചെയ്യാം. ഇനി നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 14 ദിവസമാണോ 28 ദിവസമാണോ ക്വാറന്റൈൻ എന്നുള്ള കാര്യം ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ മറ്റു ടോപ്പിക്ക് നിങ്ങൾ കോമൺ ആയിട്ട് ഒത്തിരി ചോദ്യങ്ങൾ വരുമ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് നിന്ന് സെലക്ട് ചെയ്താണ് ഡോക്ടർ ഡി ബെറ്റർ ലൈഫിൽ നമ്മൾ ഓരോ ദിവസവും ടോക്കായിട്ട് വരുന്നത്. ചില ദിവസങ്ങളിൽ 2 മുതൽ 3 ടോക്ക് വരെയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ചോദ്യങ്ങൾ അനുസരിച്ചാണ്. ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ ഉത്തരം തരുന്നതാണ്. ഇപ്പൊ മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ബൈ ഡോക്ടർ ഡാനിഷ് സലീം വരുന്നതാണ്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒത്തിരി ചോദ്യങ്ങളുടെ ഉത്തരം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുകയാണ്. ഗുഡ് നൈറ്റ് എവരിവൺ.